Okay, good evening to all. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ റിവിഷൻ സെഷന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇരുന്നിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ റിവിഷൻ സെഷന് പോലെ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ കേസിലും അതുപോലെ തന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിന്റെ കേസിലും മൈക്രോ പ്രോസസറിന്റെ കേസിലൊക്കെ ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യാം, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഭാഗത്ത് റിവിഷൻ എന്ന് പറയുന്ന സെഷനിൽ. സോ ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്കറിയാം. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സ്, മാഗ്നറ്റോസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന രണ്ട് പോർഷൻസ്. അതിനുശേഷം ഇലക്ട്രോ ഡൈനാമിക്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് വേണമെങ്കിൽ പറയാം, അത് വരുന്ന കോൺസെപ്റ്റ് ആണ് നമ്മൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത്. ശേഷം പ്ലെയിൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവുമായി അനുബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു നമ്മൾ പിന്നെ ഈ ഭാഗത്ത് മെയിൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻ, മൂവിങ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റ് കേസസും നമ്മൾ അഡ്രസ് ചെയ്തു. അതായത് നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈനിന്റെ കേസിലോട്ട് വന്നു. അതുപോലെ പോളറൈസേഷൻ, അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഫോർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ഫോർ എ കണ്ടക്ടിങ് സർഫസ്, ഫോർ എ ഡൈലക്ട്രിക് സർഫസ്, അതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു നമ്മൾ മെയിൻ ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ തിയറി ഭാഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം. ആ ചോദ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസും അതിന്റെ കൂടെ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ്. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റു ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരർത്ഥത്തിൽ മുന്നോട്ട് പോകാനാണ് ഇന്നത്തെ ഒരു ഡിസ്കഷനിൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ, ഞാൻ കുറച്ച് കണ്ടന്റുകൾ ഓരോ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി കണ്ടന്റ് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊന്ന് എന്ത് ചെയ്യാം, ആ കണ്ടന്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ നോട്ട് ചെയ്യാം. എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തിയറി പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അതിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആ നോട്ട്സ് തന്നെ കൃത്യമായിട്ട് റെഫർ ചെയ്താൽ മതി. ബാക്കി ഞാൻ മെയിൻ ആയിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് സെറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത്. കാരണം നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭാഗത്തു നിന്നുള്ള ഒരുവിധം പ്രോബ്ലംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം സെറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇന്ന് ബേസ് ചെയ്യുന്നത്, സെറ്റ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ തിയറി പോർഷൻസ് കംപ്ലീറ്റ് ഒന്ന് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെഷനിലോട്ട് പോവാം, ഞാൻ ഇനിയും വൈകിപ്പിക്കുന്നില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പെട്ടെന്ന് തന്നെ ആൻസർ, നിങ്ങൾ അറിയുമെങ്കിലും അറിയില്ലെങ്കിലും നിങ്ങളൊരു എൻട്രി നിങ്ങൾ ചെയ്യുക. അപ്പം ആ ഒരു സെഷനിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റഡ് ആവും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുക, ലോറൻസ് ഗേജ് ഇംപ്ലൈസ്. ഓക്കെ, ഏതാണ് ലോറൻസ് ഗേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ലോറൻസ് ഗേജ് എന്ന് പറയുന്ന കേസ്. ഗേജ് ട്രാൻസ്ഫോർമേഷന്റെ കേസും ലോറൻസ് ഗേജിന്റെ കാര്യമൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് രണ്ടുപേരേ ഉള്ളൂ, നാദിയും ഭാഗ്യം മാത്രമേ കാണുന്നുള്ളൂ. എനിവേ അഞ്ചും ഉണ്ട് അല്ലേ? ഓക്കെ, സോ നിങ്ങൾ 3 പേരെ കാണുന്നുള്ളൂ. നിങ്ങൾ റിപ്ലൈ ചെയ്യാം. ലോറൻസ് ഗേജ് ഇംപ്ലൈസ് എന്ന് പറയുന്ന ഇതിൽ ഏത് കണ്ടീഷൻ ആണ് ലോറൻസ് ഗേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചൊരു ഭാഗങ്ങളാണ്, നിങ്ങൾക്കറിയാം ലോറൻസ് ഗേജ് എന്തായിരുന്നു, ഗേജ് ട്രാൻസ്ഫോർമേഷൻ എന്താണ് എന്നുള്ളത്, ബേസിക്കലി എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? നാദിയ ആൻഡ് അഞ്ജു. ഭാഗ്യയുടെ ആൻസർ ഞാൻ കണ്ടു. നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ തെറ്റാണ് രേഖപ്പെടുത്തുന്നതെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് ശരി ഏതാണെന്ന് അറിയാനുള്ള ഒരു ചാൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക, അറിയില്ലെങ്കിൽ പോലും. ഓക്കെ ഓക്കെ, സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഭാഗ്യ, നാദിയ, വെരി ഗുഡ്. ഡെൽ ഡോട്ട് എ പ്ലസ് 1/c² ഡോ ഫൈ ബൈ ഡോ ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ലോറൻസ് ഗേജ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു രീതിയിൽ എഴുതാം, ഡെൽ ഡോട്ട് എ ഈക്വൽ ടു 1 - 1/c² ഡോ ഫൈ ബൈ ഡോ ടി എന്നൊരർത്ഥത്തിലും വേണമെങ്കിൽ ലോറൻസ് ഗേജ് കണ്ടീഷൻ നമുക്ക് എഴുതാം. മെയിൻ ആയിട്ട് ഈ ഒരു ലോറൻസ് ഗേജ് അതുപോലെ ഗേജ് ട്രാൻസ്ഫോർമേഷന്റെ ഇക്വേഷൻ മെയിനായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള മറ്റൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇ ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം, ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി ബൈ
ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ എ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ ആണ്. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കേലാർ പൊട്ടൻഷ്യൽ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള ഒരു റിലേഷൻ ആണുള്ളത്. നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു റിലേഷൻ ഈ ഭാഗത്ത് വരുന്നത് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ, മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു ഡെൽ ക്രോസ് എ എന്ന് പറയുന്ന റിലേഷൻ നിങ്ങൾ ഗോയിജ് ട്രാൻസ്ഫോർമേഷനുമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് എന്ന് പറഞ്ഞാൽ ഇ ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി അല്ലെങ്കിൽ മൈനസ് ഡെൽ വി മൈനസ് ഡെൽ ഫൈ, ഫൈ അല്ലെങ്കിൽ വി രണ്ട് രീതിയിലും അത് പറയാറുണ്ട്. മൈനസ് ഡെൽ ഫൈ മൈനസ് ഡോ എ ബൈ ഡോ ടി എന്ന് പറയുന്ന റിലേഷൻ. പിന്നെ ഈ ഒരു ലോറൻസ് ഗേജിന്റെ ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ആ ഭാഗത്ത് ഓർത്തിരിക്കേണ്ടതാണ്. അതുകൂടെ എനിക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഒരു റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ ഡൈനാമിക്സിലെ ഇഫ് ദേ ആർ ആസ്കിങ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ ഇൻ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താണ്? ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി ആണ്. ഓക്കെ, അവിടെ അതിനെ നമ്മൾ ലോറൻസ് കണ്ടീഷൻ എന്നും പറയാറുണ്ട്. ആ ഇക്വേഷനെ ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി മൈനസ് ഡോ എ ബൈ ഡോ ടി. ഓക്കെ, അത് തന്നെ ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ ഇൻ ഇലക്ട്രോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. മൈനസ് ഡോ എ ബൈ ഡോ ടി എന്ന് പറയുന്ന ടേം അവിടെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് ചേർത്ത് പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാം. The frequency of precision of a charged particle of mass m and charge E in a uniform magnetic field of magnetic induction B is. Okay, the frequency അതാണ് ചോദിച്ചത്. നിങ്ങൾക്കറിയാം ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ വരുമ്പം ഏത് പ്രോബ്ലം ആണ് ഏത് കേസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ കാണാൻ വേണ്ടി പറ്റും. വാട്ട് അബൌട്ട് ഭാഗ്യ ആൻഡ് അഞ്ജു? ഓക്കെ, സോ ആസ് യു സെഡ് ആൻസർ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇ ബി ബൈ എം ആണ് നമ്മളെ ആൻസർ. അതായത് ക്യൂ ബി ബൈ എം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ക്യൂ ബി ബൈ എം എന്നുള്ളതാണ് ഒരു സൈക്ലോട്രോണിന്റെ കേസിലെ ഫ്രീക്വൻസിന്റെ ടേം എന്ന് പറയുന്നത് ഇ ബി ബൈ എം ആണ്. അതല്ലെങ്കിൽ ഫ്രീക്വൻസിന്റെ ടേമിലാണെങ്കിൽ ഇവിടെ ഒമേഗയാണ്, ഫ്രീക്വൻസിന്റെ ടേമിലാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഇ ബി ബൈ 2 പൈ എം എന്നുണ്ടാവും. ഇവിടെ ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആയതുകൊണ്ട് ഇ ബി ബൈ എം എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചാർജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഒരു സൈക്ലോട്രോൺ മോഷൻ ആണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ സൈക്ലോട്രോണിന്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ റേഡിയസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. റേഡിയസുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യം നമ്മൾ പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ പരിചയപ്പെടാം. അപ്പം ഇത് സൈക്ലോട്രോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞ സി ആണ്. ഒമേഗ ഈക്വൽ ടു ഇ ബി ബൈ എം എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പം ആ ഉത്തരം ശ്രദ്ധിക്കുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. Consider a parallel plate condenser. A potential difference V is applied across the plate and disconnected. Now, a dielectric slab of uniform thickness is placed in between the plates of the parallel plate condenser. Then, okay, എന്താണ് പാരലൽ പ്ലേറ്റ് കണ്ടൻസർ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്
ആൻസർ എ ആണ്. വെരി ഗുഡ് ഭാഗ്യ. നമ്മൾ ആദ്യത്തെ കേസിൽ എന്താണ്, അവിടെ രണ്ട് പാരലൽ പ്ലേറ്റ് കണ്ടൻസർ, ദാറ്റ് മീൻസ് വാട്ട്, രണ്ട് കണ്ടക്ടർ തമ്മിൽ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് പാരലൽ പ്ലേറ്റ് കണ്ടൻസർ. നിങ്ങളൊരു കപ്പാസിറ്റൻസ് സ്ട്രക്ചർ അല്ലെങ്കിൽ കപ്പാസിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അതിലൂടെ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു യൂണിഫോം തിക്നെസ് ഉള്ള ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം കപ്പാസിറ്റൻസ് ബേസിക്കലി എന്താ ചെയ്യുക, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, ആദ്യം എന്താണ്, എയർ കപ്പാസിറ്റൻസ് ആണുള്ളത്, അതിലേക്ക് ഒരു ഡയലക്ട്രിക് സ്ലാബ്, അതായത് ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് എന്നുള്ള കൺസെപ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇവിടെ പാരലൽ പ്ലേറ്റ് കണ്ടക്ടർ എന്ന് പറയുന്നതിന് പകരം പാരലൽ പ്ലേറ്റ് കണ്ടൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. രണ്ടായാലും അതൊരു കപ്പാസിറ്റീവ് സ്ട്രക്ചർ ആണ്. രണ്ട് പാരലൽ പ്ലേറ്റ് കണ്ടക്ടർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ് ടു ബി യൂസ്ഡ്. സോ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എയർ കപ്പാസിറ്റൻസ് ആയിരുന്നു ആദ്യമെങ്കിൽ, ഡയലക്ട്രിക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന്റെ കപ്പാസിറ്റൻസ് ഫർദർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്താണ്, എ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എ. ഓക്കെ, so moving on to fourth problem. What is the magnitude of electric field strength E such that an electron placed in the field would experience an electric force equal to its weight? ഞാൻ സമയം തരാം, ഇതൊരു പ്രോബ്ലം ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സമയം തരാം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണേണ്ടത്. ദാറ്റ് an electron placed in a field would experience an electric force equal to its weight. Okay, അപ്പം ഏത് കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത്? ഇവിടെ തരാത്തൊരു വാല്യൂ കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവിടെ തന്നതിൽ അപ്പുറം എന്താണ് ഈ ബേസിക്കലി ഈ ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്യുന്നത്? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഉത്തരം തന്നാൽ മതി. ആരെങ്കിലും കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഒന്ന് കീപ്പ് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഇന്നത്തെ സെഷനിൽ. കാരണം ചെറിയ നമുക്ക് ഇങ്ങനത്തെ മാത്തമാറ്റിക്കൽ സെഷൻസ് ഉണ്ട്. കാൽക്കുലേറ്റർ ഇല്ലാതെയും ചെയ്യാം, പക്ഷെ കീപ് ഇറ്റ് സം കാൽക്കുലേറ്റർ ഫോർ കൺവീനിയൻസ് നോ. ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? ഏതാണ് ഇതിന്റെ ഉത്തരം വരിക? You can take 2-3 minutes. നിങ്ങൾ ചെയ്യുന്ന ഉണ്ട് എന്നുള്ളതിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സോ യു യൂട്ടിലൈസ് ദ ടൈം പ്രോപ്പർലി. ഐ വിൽ വെയിറ്റ് ഫോർ ദ ആൻസർ. വൺസ് റെഡി ആയി കഴിഞ്ഞാൽ ആൻസർ പോസ്റ്റ് ചെയ്യാം. വളരെ ചെറിയ പ്രോബ്ലം ആണിത്. വളരെ ചെറിയൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോബ്ലം നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഇലക്ട്രോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെ ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഇലക്ട്രോൺ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കാണുക എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ചാർജ് തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഫോഴ്സും ഇലക്ട്രോണിന്റെ മാസും തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തിച്ചേരാൻ പറ്റുക? ആരെങ്കിലും ആൻസർ റെഡി ആണെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എക്സാക്ട് വാല്യൂ ആവണമെന്നില്ല, കിട്ടിയ ആൾക്കാർ പെട്ടെന്നൊന്ന് പോസ്റ്റ് ചെയ്യാം. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണ്ട. ഞാൻ വേണമെങ്കിൽ കോൺസെപ്റ്റ് പറഞ്ഞുതരാം. എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. എഫ് ഈസ് ഈക്വൽ ടു ക്യു. ഫോഴ്സ് എന്ന് പറഞ്ഞതാണ്, ഫോഴ്സ് ഓൺ എ ചാർജ് എന്ന് പറഞ്ഞതാണ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ എന്നാണ്. അതായത് ഇലക്ട്രിക് ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്, എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ. നമ്മളിവിടെ പറഞ്ഞിട്ട് എന്താണ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. വെയിറ്റ് ഓഫ് വാട്ട്? ഇലക്ട്രോണിന്റെ വെയിറ്റ് ആണ്.
അപ്പോൾ ഇലക്ട്രോണിന്റെ മാസിന്റെ വാല്യൂ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ദാറ്റ് ഈസ് 9.11 into 10 raised to minus 31. ഓക്കെ, സോ എഫ് ഈസ് ഈക്വൽ ടു ക്യു ഇ ഈസ് ഈക്വൽ ടു എം എന്നുള്ളതാണ്, എം മാസ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ളതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ടേം എത്ര കിട്ടുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എം ബൈ ക്യൂ എന്ന് വരും. എം ബൈ ക്യൂ, ക്യൂ എന്ന് പറഞ്ഞ ചാർജ്, എം മാസ് ഓഫ് ഇലക്ട്രോൺ. So mass of electron divided by charge of electron will give you the electric field correspond to that here in this condition. ഈ ക്വസ്റ്റ്യനിലെ പെട്ടെന്ന് അതൊന്ന് വാല്യൂ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. So here the answer is A ആണ് 5.6 into 10 raised to minus 11 Newton per coulomb ആണ് ആൻസർ വരിക. സോ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇ ഈസ് ഈക്വൽ ടു എം ഇ എന്നുള്ളതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ്. സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? എം ഇ ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ ചാർജ് ഓഫ് ഇലക്ട്രോൺ. Then if you do so, you will be getting 5.6 into 10 raised to minus 11. Sometimes there will be a correction that it may be 10 raised to minus 12. Okay. So it may be the problem of this question. ചിലർക്കെങ്കിലും 10 raised to minus 12 എന്ന് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് ആവാം. അല്ലെങ്കിൽ 10 raised to minus 11ലോട്ട് നമ്മൾ അതിനെ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് ഇത്തരത്തിലോട്ട് വരാം. ഓക്കെ, സോ എനിവേ ആൻസർ എ ആണ്. ബാക്കി ആൻസറുമായിട്ടൊന്നും റിലേറ്റ് ചെയ്യുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടില്ല. 5.6 into 10 raised to minus 11. നിങ്ങൾക്ക് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്ന സംഭവം അറിഞ്ഞിരിക്കണം. ഓൾറെഡി ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ തരാറുണ്ട് ഡിഫറെൻറ്റ് കോൺസ്റ്റൻസ്. ഇല്ലെങ്കിൽ പോലും മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 9.11 into 10 raised to minus 31 എന്നുള്ള പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? എങ്ങനെ? എക്സാമിന് കാൽക്കുലേറ്റർ അലൗഡ് അല്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് just almost you will be getting a relation 9.11 divided by 1.6 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എത്ര വരുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ മാസ് ബൈ ഇലക്ട്രോൺ വരുന്ന വേറെ ഏത് കണ്ടീഷൻ ഉണ്ടോ നമ്മളെ പ്രോബ്ലത്തിൽ ഫിസിക്സിലെ? അപ്പം ചിലപ്പോൾ ആ വാല്യൂ ചിലപ്പോൾ നമുക്ക് നോർമൽ കേസിൽ എനിവേ ഈ കേസിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടും. 9/4 എന്ന് പറഞ്ഞാൽ 9/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ടു 4 ആണെന്നുള്ളൊരു ഐഡിയ കിട്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ക്ലോസ് ആയിട്ട് വരുന്ന വാല്യൂ എന്ന് പറഞ്ഞത് 5 ആണ് ഇവിടെ. ഓക്കെ, 9/2 ആണെങ്കിൽ ഇതിൽ ക്ലോസ് 4.5. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടും. അപ്പോൾ 3 ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസ് ടു 5.6 എന്നുള്ളത്. 1.6 ആകുമ്പോൾ ഇറ്റ് വിൽ ബി അറൌണ്ട് മോർ ദാൻ 5 എന്നുള്ളൊരു ഐഡിയ കിട്ടും. പിന്നീടുള്ള ഒരു പ്രശ്നം വരിക പവറിന്റെ കേസിലാണ്. അത് 10 raised to 11 ആണോ 10 raised to minus 11 ആണോ എന്നുള്ള ഒരു ഐഡിയ ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഇല്ലാതെ തന്നെ ഇതിൽ ആൻസറിലോട്ട് വരാൻ പറ്റും ഈ കേസിൽ. ഓക്കെ, ചില കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, എക്സാക്ട് വാല്യൂ ആവണമെന്നില്ല. നിങ്ങൾക്ക് അല്ലാതെ തന്നെ ആ പവർ ഒരു കോൺസെപ്റ്റ് ആണ്. 10 raised to minus 11 12 എന്ന് പറഞ്ഞത് ഇതിലൊറ്റ ഒന്നേ ഉള്ളൂ. പിന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് 5.6 ആണോ 2.8 ആണോ? എങ്ങനെയായാലും 9/1.6 എന്ന് പറയുന്നത് 2.8 ആയിരിക്കില്ല. സോ ദ ആൻസർ ഇസ് എ. Okay, so there is no need of calculator over here. Okay, clear? Yes. So what about the fifth one? Brewster's law refers to. Brewster's law എന്ന് പറഞ്ഞ polarization by something ആയിട്ട് ബന്ധപ്പെട്ടുള്ള റിലേഷൻ ആണ് ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത്. സോ which was that relation എന്നുള്ളതാണ് ചോദ്യം. ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത് ബേസിക്കലി ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്? പോളറൈസേഷന്റെ ഏത് ഫിനോമിനയാണ് നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ലോന്റെ കേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? പോളറൈസേഷൻ ബൈ സംതിങ്. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോളറൈസേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളറൈസേഷൻ ഉണ്ട്. പോളറൈസേഷൻ ബൈ സ്കാറ്ററിംഗ്, പോളറൈസേഷൻ ബൈ റിഫ്രാക്ഷൻ, പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ, പോളറൈസേഷൻ ബൈ ഡബിൾ റിഫ്രാക്ഷൻ. സോ ഇതിലേതാണ് ബ്രൂസ്റ്റേഴ്സ് ലോ റെഫേഴ്സ് ടു? ഏത് കേസ് ഡിസ്കസ് ചെയ്യുമ്പോഴാണ് ബ്രൂസ്റ്റേഴ്സ് ലോ വരുന്നത്? ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യുമ്പം ഒരു
എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പറും കൂടെ ചെയ്യുക 5 ചെയ്ത പോലെ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വെരി ഗുഡ്. ഭാഗ്യ ഓൾസോ വെരി ഗുഡ് വർക്ക്. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസ് ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തുന്നത് സ്ലൈഡിന്റെ എണ്ണം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കൊരു 80ഓളം ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ 80ഓളം സ്ലൈഡ് വരുന്നേക്കാൾ നല്ലത് അതൊരു കുറഞ്ഞ സ്ലൈഡിലേക്ക് പാക്ക് ചെയ്യാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പേജിൽ ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ ഉണ്ടാവും. സോ അതുകൊണ്ട് ബുദ്ധിമുട്ടാവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, 5th വണ്ണിന്റെ ആൻസർ 2 പേര് സി എന്ന് പറഞ്ഞിട്ട് ആൻസർ ഇസ് കറക്റ്റ്. സി ആണ്. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ ആണ് നമ്മൾ ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയുന്നത്. ബ്രൂസ്റ്റേഴ്സ് ലോ നിങ്ങൾക്കറിയാം, ഒരു വേവ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ബ്രൂസ്റ്റേഴ്സ് ലോ, അതായത് ബ്രൂസ്റ്റേഴ്സ് ആംഗിളിൽ ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ ആ വേവ് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, അത് റിഫ്ലക്ട് ചെയ്യുന്നെങ്കിൽ ആ ആംഗിളിനാണ് നമ്മൾ, ഒരു പോളറൈസ്ഡ് ആയിട്ടുള്ള വേവ് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഇൻസിഡന്റ് ആകുമ്പോൾ അതെന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്ത് പോകും. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്നത്. തീറ്റ ബി എന്ന് പറഞ്ഞ് നമ്മൾ പ്രസന്റ് ചെയ്തത്. ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ എന്ന് പറയുന്ന കണ്ടീഷനിൽ ദ വേവ് ഇൻസിഡന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ബ്രൂസ്റ്റേഴ്സ് ലോ എന്ന് പറയും. ഞാൻ അതിന് കൂടുതൽ പോയിന്റുകൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രൂസ്റ്റേഴ്സ് ലോ അല്ലെങ്കിൽ ബ്രൂസ്റ്റേഴ്സ് ആംഗിളിനെ നമ്മൾ പോളറൈസിങ് ആംഗിൾ എന്ന് പറയാറുണ്ടായിരുന്നു. അതിന്റെ റീസൺ എന്ന് പറയുന്നത്, നമുക്കൊരു അൺപോളറൈസ്ഡ് വേവില് ഒരു പാരലൽ അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ പോളറൈസേഷൻസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പാരലൽ പോളറൈസേഷനും പെർപെൻഡിക്കുലർ പോളറൈസേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ഡിഫറെന്റ് ആണ്. അപ്പം ഏതെങ്കിലും ഒന്നിന് പാരലൽ പോളറൈസേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രൂസ്റ്റേഴ്സ് ആംഗിളാണ് ഇൻസിഡന്റ് ചെയ്യുന്നതെങ്കിൽ ആ കംപ്ലീറ്റ് പാരലൽ പോളറൈസേഷൻ എന്ത് ചെയ്തു, കംപ്ലീറ്റ് റിഫ്ലക്ട് ചെയ്ത് പോകും. നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ പോളറൈസേഷൻസ് മാത്രം കളക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേസിൽ ഒരു അൺപോളറൈസ്ഡ് വേവ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ പോളറൈസേഷൻ മാത്രമാണ് ആവശ്യമെങ്കിൽ, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് അത് ബ്രൂസ്റ്റേഴ്സ് ആംഗിളിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അൺപോളറൈസ്ഡ് വേവിലുള്ള പാരലൽ കോമ്പണന്റ് ഓഫ് പോളറൈസേഷൻ എന്ത് ചെയ്യും, കംപ്ലീറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് പോകും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ പോളറൈസിങ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വിൽ ബി ഡിഫറെന്റ് ഫോർ പാരലൽ പോളറൈസേഷൻ, പെർപെൻഡിക്കുലർ പോളറൈസേഷൻ. ഓക്കെ, അപ്പം അതും കൂടെ ആ ഒരു ഡിസ്കഷനിലോട്ടൊന്ന് മെമ്മറിയിൽ ഒന്ന് റീകലക്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി 6th വൺ, വളരെ ഈസിയാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം കൂടെയാണ്. ഈ ഒരു ട്രാൻസ്മിഷൻ റെക്ടാങ്കുലർ വേവ് ഗൈഡിന്റെ കേസിൽ ഈ ഉത്തരം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഏതാണ്? ഇവിടെ വേണമെങ്കിൽ ഞാൻ അഡീഷണൽ ഇൻഫർമേഷൻ തരാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡാണ്, TE മോഡാണ്. TE മോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ ആണ് ചോദിക്കുന്നത്. So what about others, Bhagya and Nadia? ഓക്കെ, ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ വേവ് ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ 1-2 കാര്യം പറയാനുണ്ട്. ഒന്ന്, റെക്ടാങ്കുലർ വേവ് ഗൈഡിന്റെ കേസിൽ 2 മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഒരു ഹോളോ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ, ഒരു ഹോളോ കണ്ടക്ടർ പറയുമ്പോൾ 2 മോഡ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഒന്ന് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡും അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് മോഡും മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഈ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് എന്ന് പറയുന്ന കേസ് നമ്മൾ പറഞ്ഞു, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് മോഡിന്റെ കേസും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് മോഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഡോമിനന്റ് മോഡ് എന്ന് പറയുന്നുണ്ട്. ഡോമിനന്റ് മോഡ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഉള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡിനെയാണ് നമ്മൾ ഡോമിനന്റ് മോഡ് എന്ന് പറയാം. ഇവിടെ നമുക്ക് ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക്കിന്റെ കേസിലും അതിനൊരു ഡോമിനന്റ് മോഡ് ഉണ്ട്. ആ ഡോമിനന്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇക്വേഷൻ ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും.
omega is equal to pi c root m by a whole square plus n by b whole square. Okay, ഇവിടെ നമുക്ക് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവിന്റെ കേസാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സോ അതിന് കറസ്പോണ്ടിങ് ഫസ്റ്റ് ഓഫ് ഓൾ 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 10 എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡാണ്. എല്ലാ ഓപ്ഷൻസിനും എന്തുണ്ട്? ഒമേഗ 10 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ 10 ആണെങ്കിൽ അത് ഏതാണ്? ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പറയാനുള്ള ഒരു പോയിന്റ്. പിന്നെ ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നതാണ് അതിന്റെ ഡോമിനന്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക്കിന്റെ ഡോമിനന്റ് മോഡ് ഏതാണ്? 10 ആണ്. m is equal to 1, n is equal to 0 എന്ന് പറയുന്നതാണ് അതിന്റെ കറസ്പോണ്ടിങ് റെപ്രസെന്റേഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ സി ആണ്. അഞ്ജു വെരി ഗുഡ്. ഒമേഗ 10 ഈക്വൽ ടു സി പൈ ബൈ എ എന്നായിരിക്കില്ല നമ്മൾ അവിടെ എഴുതിണ്ടാവുക. പൈ സി ബൈ എ രണ്ടായാലും സെയിം തന്നെയാണ്. ഒമേഗ 10 ഈക്വൽ ടു പൈ സി ബൈ എ അല്ലെങ്കിൽ സി പൈ ബൈ എ. സി എന്ന് പറയുന്ന ലൈറ്റിന്റെ വെലോസിറ്റി ആണ്. പൈ എന്ന് പറയുന്നത് 3.14 ആണ്. എ എന്ന് പറയുന്നത് അവിടുത്തെ ഡയമെൻഷൻ ആണ്. എ ആൻഡ് ബി ആർ ദ dimensions of a may be its height, b will be the width of that. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ a greater than b ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? b എന്ന് പറയുന്ന വാല്യൂ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, സോ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒമേഗ 10 ഈക്വൽ ടു പൈ സി ബൈ എ. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ ഒരു പ്രോബ്ലം കൂടെ ചെയ്യുമ്പോൾ ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എങ്ങനെയാണ് നമ്മൾ ഒമേഗ 10 ഡിറൈവ് ചെയ്തെന്നുള്ളത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊരു ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിന്റെ ലോവസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്ന മോഡാണ്. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ പൈ സി ബൈ എ. എങ്ങനെയാണ് പൈ സി ബൈ എ എന്നുള്ളത്? ബി അവിടെ നമ്മൾ ആക്ച്വലി എടുക്കുന്നത്, സോറി, എൻ പൈ സി ബൈ എ വരാൻ മറ്റൊരു റീസൺ കൂടെ ഉണ്ട്. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്, പൈ സി റൂട്ട് എം ബൈ എ എൻ ബൈ ബി ഹോൾ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആ ഇക്വേഷൻ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, തൽക്കാലം നമുക്ക് ആ ഡിസ്കഷൻ അതിനെ കുറിച്ചുള്ള സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ ഒരു പ്രോബ്ലം കൂടെ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ ബാക്കി എക്സ്റ്റെൻഡ് ചെയ്യാം. 7th വൺ, നിങ്ങൾ 7th പ്രോബ്ലം അറ്റൻഡ് ചെയ്യുക. ഇവിടുത്തെ ആൻസർ സി ആണ്. 6th ആൻസർ സി ആണ് കേട്ടോ. 7th വൺ, വളരെ വലിയ പ്രോബ്ലം ആയിട്ട് തോന്നുമെങ്കിലും വളരെ ചെറിയ ഉത്തരം ആവശ്യപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് 7th വൺ. നിങ്ങൾക്ക് ആകെ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളല്ല, ആവശ്യമുള്ള കാര്യങ്ങളുമല്ല. ചെറിയൊരു കോൺസെപ്റ്റ്, ഈ വലിയ പ്രോബ്ലത്തിലെ ചെറിയൊരു കോൺസെപ്റ്റ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ടു ദാറ്റ്. സെവൻത്ത് പ്രോബ്ലം. ഒരു ഹാഫ് വേവ് പ്ലേറ്റിലൂടെ ഒരു ലെഫ്റ്റ് സർക്കുലർ പോളറൈസ്ഡ് ബീം കടന്നു പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന എമർജ്ഡ് ബീം എന്ന് പറയുന്നത്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കട്ടെ, കാൽസൈറ്റ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് എന്താണ്? കാൽസൈറ്റ് എന്ന് പറയുന്ന ഒരു ഹാഫ് വേവ് പ്ലേറ്റ് ആണ്. ഒരു ഹാഫ് വേവ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് ലെങ്തിനെ λ/2 ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെഫ്റ്റ് സർക്കുലർ പോളറൈസ്ഡ് ബീമിന്റെ മുന്നിൽ നമ്മളൊരു കാൽസൈറ്റ് ഹാഫ് വേവ് പ്ലേറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റൈറ്റ് സർക്കുലർ പോളറൈസ്ഡ് വേവ് ആണ് കിട്ടുക. അപ്പോൾ റൈറ്റ് സർക്കുലർ വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ആ ഓപ്ഷൻസിൽ കണ്ടെത്താൻ പറ്റി കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ ഉത്തരം. ഓക്കെ,
ഒരു ലെഫ്റ്റ് സർക്കുലർ പോളറൈസ്ഡ് ബീം ഒരു കാൽസൈറ്റ് ഹാഫ് വേ പ്ലേറ്റിലൂടെ കടന്നു പോകുമ്പോൾ റൈറ്റ് സർക്കുലർ പോളറൈസ്ഡ് ലൈറ്റ് ആണ് നമുക്ക് കിട്ടുക. അത്ര മാത്രമേ ഈ ചോദ്യത്തിന്റെ കോൺസെപ്റ്റ് ഉള്ളൂ. അപ്പോൾ ഉത്തരം നിങ്ങൾ തപ്പേണ്ടത് റൈറ്റ് സർക്കുലർ പോളറൈസ്ഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോമ്പണന്റ് ഏതാണ് എന്നുള്ളതാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ബാക്കി ആ തിക്നെസ്സിനോ അതല്ലെങ്കിൽ ഇവിടെയുള്ള എക്സ്ട്രാ ഓർഡിനറി റേ അല്ലെങ്കിൽ ആ ഒരു റേസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനോ ഒന്നിനും ഇതിൽ റോളില്ല ഈ ചോദ്യത്തിൽ. നോ. എന്താണ് ലെഫ്റ്റ്, എന്താണ് റൈറ്റ്? ഹിയർ ദ ആൻസർ ഈസ് ഡി ആണ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്ന് ആന്റി ക്ലോക്ക് വൈസ് ആണ് അല്ലെങ്കിൽ ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ഡയറക്ഷനിൽ മാത്രമേ ആക്ച്വൽ ചേഞ്ച് ഉള്ളൂ. അതും ഏതിലാണ്? ഇ വൈ എന്ന് പറയുന്ന പോയിന്റ് ആണ് പോളറൈസേഷൻ എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ സോ ഇറ്റ് ഈസ് ഡി ആണ്. ഇ വൈ ഈക്വൽ ടു മൈനസ്, ഓൺലി ഒരു മൈനസ് മാത്രമേ ഇവിടെ എമേർജ് ചെയ്യുള്ളൂ, കാരണം ചെറിയൊരു ഡയറക്ഷണൽ ചേഞ്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, സോ E0/√2 sin omega t എന്നുള്ളത് എന്താണ്? സോറി, E0/√2 sin omega t എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൈനസ് E0/√2 sin omega t ആയിട്ട് മാറും എന്ന് മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് ടു റൈറ്റ് ആകുമ്പോൾ ഉള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ പോളറൈസ്ഡ് വേവ് എന്ന് പറയുന്നത് ചേഞ്ച് എന്ന് പറയുന്നത് EY എന്ന് പറയുന്ന ഡയറക്ഷനാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ EZ എന്ത് ചെയ്യും, കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ദ ആൻസർ ഈസ് EY. ലെഫ്റ്റ് ആകുമ്പം ദിസ് ഈസ് എ പോസിറ്റീവ് വാല്യൂ ഹിയർ, റൈറ്റ് ആകുമ്പം ദിസ് വിൽ കൺവേർട്ട് ഇൻ ടു എ നെഗറ്റീവ് റെപ്രസെന്റേഷൻ. ദർ ഇസ് എ ഡയറക്ഷണൽ ചേഞ്ച്. ക്ലോക്ക് വൈസ് എന്നുള്ളത് ആന്റി ക്ലോക്ക് വൈസ് ആവും എന്നുള്ളത് മാത്രമേ അതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, സോ ദ ആൻസർ ഈസ് 7D. ഓക്കെ, so you can move on to next question, 8th one. For a Fraunhofer diffraction pattern produced by a circular aperture of radius 0.02 centimeter, ഇത് നമുക്ക് വേണമെങ്കിൽ ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ആണെന്ന് പറയാം, അതല്ലെങ്കിൽ നമ്മൾ ഡിഫ്രാക്ഷന്റെ ഭാഗത്ത് കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇത് ഇലക്ട്രോ ഡൈനാമിക്സിന്റെ ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു സെക്ഷനാണ് ഈ ഫ്രാൺഹോഫർ ഡിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഒപ്റ്റിക്സ് മാത്രമായിട്ട് വേറെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രാൺഹോഫർ ഡിഫ്രാക്ഷന്റെ കേസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാൺഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സോഴ്സും അപ്പർച്ചറും അതുപോലെ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് സോഴ്സ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് അപ്പർച്ചർ ഈസ് ആക്ച്വലി വെരി ലാർജ് ഡിസ്റ്റൻസ്. ലാർജ് ഡിസ്റ്റൻസിന് നമുക്ക് കോപ്പ് അപ്പ് ചെയ്യുന്ന എന്താണ്, ഒരു കോൺവെക്സ് ലെൻസ് പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഒരു ഏരിയയിലോട്ട് കൺവേർജ് ചെയ്യുന്നത് ആ റേസിനെ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ലെൻസും കൂടെ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഫ്രാൺഹോഫർ ഡിഫ്രാക്ഷന്റെ കേസിൽ നമ്മൾ ചോദിച്ചിട്ടുള്ളത് വേവ് ലെങ്ത് ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന റിലേഷൻ ആയിരിക്കാം. ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ വിൽ ഗിവ് 3 minutes ഫോർ ദാറ്റ്. What about others? നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്, സർക്കുലർ അപ്പർച്ചറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ഒരു അപ്പർച്ചറിന്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഡാർക്ക് റിംഗിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ഫസ്റ്റ് ഡാർക്ക് റിംഗ് 3.6 × 10⁻² എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വേവ് ലെങ്ത് ഓഫ് ദ അപ്പർച്ചർ ഓക്കെ kept at the focal plane of a convex lens. Focal length is 20 centimeter. So there is a relation between these three: focal length, radius, and the radius of first dark ring. So here the answer is like this. You can represent x is equal to 1.2
2f lambda by 2d, where d is the radius, x you can substitute as the radius of the first darker ring, because that will give you the separation between these two, and 3.6 in 10 raised to minus 12, and this is the corresponding representation. X is equal to 1.22 f lambda by 2d എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ you will be getting the equation. ഇവിടെ lambda by 2 ആണ് ബേസിക്കലി വരുന്നത്, കാരണം കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് വരുന്ന കേസിൽ lambda by 2 ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വാല്യൂസ് വരിക. സോ അതിന്റെ ഫസ്റ്റ് മാക്സിമ എന്നാണ്, ഫസ്റ്റ് മാക്സിമ എന്ന് പറയുന്നത് lambda by 2 ലാണ് ഒക്കർ ചെയ്യുക. സോ അതുകൊണ്ടാണ് നമ്മൾ lambda by 2 എന്ന് എടുക്കാൻ കാരണം, അതല്ലെങ്കിൽ 1/2 f lambda by d എന്ന ഇക്വേഷനിൽ ഉണ്ടാവാറുള്ളൂ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഇതെടുക്കുമ്പോൾ 1.22 f lambda by 2d എന്ന് വരും. From that you can substitute d equal to 0.02, x is equal to 3.6 in 10 raised to minus 2 centimeter and 1.22 f. Then if you do this, you will be getting the answer as answer B, 6 into 10 raised to minus 5, approximately close to 5.59 അല്ലെങ്കിൽ 5.59 some 5.59 or 5.9 ആണ് നിങ്ങൾക്ക് കിട്ടുക. So anyway the answer will be close to B, 6 into 10 raised to minus 5 centimeter എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. 2xd divided by 1.22 f. ആ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒരുപക്ഷെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ സംബർ ഒപ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പ്രോബ്ലംസ് കുറെ കാണാറുണ്ട് ഈ ഒരു ഭാഗത്ത്. സോ ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇത് സമാനമായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ധാരണ ചോദിക്കാറുള്ളത്. ഇത് തന്നെ ഈ പ്രോബ്ലം തന്നെ തിരിച്ചിട്ടിട്ട് പല രീതിയിൽ, ഇപ്പം ഇവിടെ വേവ് ലെങ്ത് ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ചില കേസിൽ ഫോക്കൽ ലെങ്ത് ചോദിക്കാറുണ്ട് ഈ പ്രോബ്ലം തന്നെ വെച്ചിട്ട്. ചില കേസിൽ ഫസ്റ്റ് ഡാർക്ക് റിങ്ങിന്റെ റേഡിയസ് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അപ്പർച്ചറിന്റെ റേഡിയസ്. ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെക്കുക. x is equal to 1.22 f lambda by 2d, lambda is equal to 2xd divided by 1.22 f. ഓക്കെ, സെറ്റിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റബിൾ ആയിട്ട് ചോദിക്കാറുണ്ട്. മുൻപ് ചോദിച്ച ചോദ്യങ്ങൾ തല തിരിച്ചിട്ട് അത്ര എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും ഇനി വരുന്ന ഇതില്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ആൻസർ ബി കിട്ടുന്നില്ല എന്നുള്ള ഒന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾ അതിന് ചെയ്തിട്ട്. Moving on to next question. Hope I can. Okay, next again like it's similar to Michelson interferometer arrangement. Okay, in the Michelson interferometer arrangement, if one of the mirror is moved by a finite distance, 250 fringes cross the field of view. If the wavelength of light is used as 6400 angstrom, then the mirror is moved through a distance. Okay, മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. മേ ബി ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റർഫറൻസ്. നമുക്കറിയാം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞത് രണ്ട് വേവ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു സോഴ്സിൽ നിന്ന് ഒരു 45 ഡിഗ്രി സ്ലാൻഡഡ് ആയിട്ടുള്ള പാർഷ്യലി റിഫ്ലക്റ്റിംഗ് ആൻഡ് ട്രാൻസ്മിറ്റിംഗ് മിറർ പ്ലേസ് ചെയ്തിട്ട് അതിന്റെ ടോപ്പ് സൈഡിൽ ഒരു മിററും അതിന്റെ ആ ഒരു ട്രാൻസ്മിറ്റഡ് സൈഡിൽ എന്ത് ചെയ്യുന്നു ഒരു മിററും പ്ലേസ് ചെയ്തിട്ട് ഫൈനലി നമ്മളൊരു സോഴ്സിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു പിക്ചറൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ കേസിൽ. ഇപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ വൺ ഓഫ് ദ മിറർ ഈസ് മൂവ്ഡ് ബൈ എ ഫൈനൈറ്റ് ഡിസ്റ്റൻസ്. ഫിക്സഡ് മിറർ ഉണ്ടായിരുന്നു, ഒരു മൂവബിൾ ആയിട്ടുള്ള മിററിന്റെ കേസും നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇവിടെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 250 ഫ്രിഞ്ചസ് ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മിറർ മൂവ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും റീകലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ ജസ്റ്റ് സേ, ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണ്, ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആണ് നമ്മളെ ഡി എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് സെപ്പറേഷൻ ബിറ്റ്വീൻ ഫസ്റ്റ് മിറർ ആൻഡ് ദ സെക്കൻഡ് മിറർ ആണ് നമുക്ക് കിട്ടേണ്ടത്. അവിടെ മിററിന്റെ
മൂവ്മെന്റിന്റെ ഡിസ്റ്റൻസ് നമുക്ക് പറഞ്ഞിട്ടൊന്നുമില്ല. സോ ഡി ഈക്വൽ ടു എൻ ലാംഡ ബൈ 2 എന്നുള്ളതാണ് ഇതിന്റെ റിലേഷൻ എന്ന് പറഞ്ഞത്. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് 250. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്. Then if you substitute, you will be getting the answer as A 0.08. D equal to n lambda by 2 എന്നുള്ള സിമ്പിൾ റിലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു റിലേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ഇക്വേഷൻ D equal to n lambda by 2 മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററുമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലമാണ്. ഇതേ പ്രോബ്ലം തിരിച്ച് പല രീതിയിൽ ചോദിച്ചതായിട്ട് നമുക്ക് പിന്നീട് കാണാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 10ാമത്തെ പ്രോബ്ലത്തിലോട്ട് വരാം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 10th question. Choose the correct statement. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ 10ാമത്തതിന്റെ ആൻസർ ഡി ആണ്. ആംബിയേഴ്സ് ലോ ഇസ് വാലിഡ് ഓൺലി ഫോർ സ്റ്റഡി കറണ്ട്. ആംബിയേഴ്സ് ലോന്റെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നതിന്റെ കേസിൽ സ്റ്റഡി കറണ്ടിന്റെ കേസിലാണ് നമ്മൾ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ നോർമലി അപ്ലൈ ചെയ്യാൻ സാധിക്കുക. സോ ദ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ ഇസ് വാലിഡ് ഓൺലി ഫോർ സ്റ്റഡി കറണ്ട് കേസ് എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടുത്തെ കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ലോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് ക്ലാരിറ്റി വരുത്തുക. ബയോട്ട്-സവാർട്സ് ലോ എന്തായിരുന്നു, ആംബിയർ സർക്യൂട്ടൽ ലോ എന്തായിരുന്നു, കൂളംസ് ലോ എന്തായിരുന്നു, ഗോസസ് ലോ എന്തായിരുന്നു, ആ സ്റ്റേറ്റ്മെന്റുകൾ ഡെഫിനിഷൻ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് എന്ത് ചെയ്യുക, വിലയിരുത്തി വെച്ചേക്കുക. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ചോദ്യങ്ങൾ സാധാരണ നമുക്ക് കാണാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു സെഷനിൽ ചോദിച്ച പ്രോബ്ലംസ് ആണെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. സെറ്റിന്റെ ഒരു സെറ്റില് ഇലക്ട്രോഡൈനാമിക്സുമായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിലെ. ഓക്കെ, അതിൽ ഓൾമോസ്റ്റ് ഒരു 12ഓളം പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ കണ്ട പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 12ഓളം പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്കിൻ ഡെപ്ത്. ഓൾറെഡി ഇക്വേഷൻസ് അവിടെ തന്നിട്ടുണ്ട്. ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് സ്കിൻ ഡെപ്ത് കാണാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ പാരാമീറ്റേഴ്സ് തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ട്, സിഗ്മ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് വാല്യൂ ഓഫ് സ്കിൻ ഡെപ്ത് കാണാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. യൂസിങ് ദ ഫ്രീക്വൻസി 100 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇക്വേഷൻ ഒന്ന് കൊടുത്തു നോക്കുക, ഏതാണ് ആൻസർ വരുന്നത് എന്നുള്ളത് പെട്ടെന്നൊന്ന് പറയാം. നിങ്ങൾക്ക് ഇക്വേഷൻ അടക്കി ഇവിടെ തന്നിട്ടുണ്ട്, സ്കിൻ ഡെപ്തിന്റെ റിലേഷൻ എന്താന്നുള്ളത്. ആ റിലേഷനിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നിങ്ങളെ റോളുള്ളൂ. ഒന്ന് കൊടുത്തിട്ട് എന്താണ് ആൻസർ എന്നുള്ളത് പെട്ടെന്നൊന്ന് പറയാം. ഈ സ്കിൻ ഡെപ്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടേമാണ്. നെറ്റിലാവട്ടെ സെറ്റിലാവട്ടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത്. പല രീതിയിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത് പെനിട്രേഷൻ ഡെപ്ത് ആണ്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ത് ചെയ്യുക, 1/e ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനെയാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കിൻ ഡെപ്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. സോ അത് ബേസ് ചെയ്തിട്ട് നെറ്റിലും സെറ്റിലും സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സോ നിങ്ങളുടെ ആൻസർ പെട്ടെന്ന് ഒന്ന് അയച്ചേക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, ഇനി ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് റെസ്പോണ്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ ആൻസേഴ്സ് ഷെയർ ചെയ്യാം.
Here the answer is D ആണ്. 6.5 into 10 raised to minus 3 meter എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഒമേഗയാണ് എന്നുള്ളത് ഓർക്കുക. ഒമേഗയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2π ന്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, 2π ന്യൂ. അങ്ങനെ വരുമ്പം മേലെയുള്ള 2ഉം 2ഉം എന്ത് ചെയ്യും, കട്ടായി പോവും. 2πf അല്ലേ? യെസ്, 2πf. ഓക്കെ, omega is equal to 2π nu, right? Yeah. So അതും കൂടെ വരുമ്പം നമ്മുടെ ആൻസർ എന്ത് ചെയ്യും, 4πയും 4πയും ഒക്കെ എന്ത് ചെയ്യും, തീരുമാനമായിട്ട് കിട്ടും. So the answer is D ആണ് വരിക, 6.5 into 10 raised to minus 3. And now you can move on to 12. നമ്മുടെ അവസാന ഭാഗത്തായിട്ട് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ നമ്മൾ പറഞ്ഞതാണ്. The total power radiated by an oscillating electric dipole. ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഡൈപോള്, the total power radiated, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് താഴെ കൊടുത്തുള്ളത്. ഏതാണ് അതിന്റെ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓസിലേറ്റിംഗ് ഡൈപോൾ, the total power radiated by an oscillating electric dipole. It is depends on relative phases of the component of the dipole moment and is independent of the relative phase of the component of dipole moment and is proportional to the dipole moment and is inversely proportional to the dipole moment. റേഡിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒരു അവസാന ഭാഗത്ത് നമ്മളൊരു ഡിസ്കഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓർക്കുന്നുണ്ടാവും. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ നമ്മളൊരു റിലേഷൻ ഒക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അവിടെ നമ്മൾ പോയിന്റിംഗ് വെക്ടർ, അതിന്റെ ആവറേജ് പോയിന്റിംഗ് വെക്ടറിന്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റിലേഷൻ പറഞ്ഞതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മാഗ്നറ്റിക് ഡൈപോൾ ട്രാൻസിഷൻ, ഇലക്ട്രിക് ഡൈപോൾ ട്രാൻസിഷൻ, പവർ റേഡിയേറ്റഡ് ബൈ ആക്സിലറേറ്റഡ് ചാർജ്ഡ് പാർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. So the answer is B, is independent of the relative phases of the component of dipole moment എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. And it is independent of the relative phases of the component of the dipole moment. Dipole moment കോമ്പണന്റിന് അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടോട്ടൽ പവർ ഇറേഡിയേറ്റഡ് ബൈ എൻ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. The total power irradiated by an oscillating electric dipole is independent of the relative phases of the component of dipole moments. Okay. Okay. Moving on to 13th problem. പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോവാം. The law which enables to calculate the magnetic field at any point in the region around a current carrying conductor. ഏതാണ്? It's B, Biot-Savart law, right? Calculate the magnetic field at any point in the region around a current carrying conductor എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുന്ന ആരാണ്? Biot-Savart's law ആണ്. ഓക്കെ, എ എന്ന് പറയുന്നത് ഗോസസ് ലോ ആണ്. ഇലക്ട്രിക് ഫീൽഡ് എൻക്ലോസ്ഡ് ഇൻ എ ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായിരുന്നു നമ്മൾ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു Q by എപ്സിലോൺ 0 എന്ന് പറഞ്ഞതായിരുന്നു നമ്മൾ ഗോസസ് ലോ പറയുന്നത്. ഓക്കെ,
മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള വരുന്നതാണ് മറ്റ് മൂന്നെണ്ണം, ഫാരഡേസ് ലോ, ലെൻസസ് ലോ, ബയോട്ട്-സവാർട്ട്സ് ലോ ഒക്കെ. അതിൽ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഇൻ ദ റീജിയൻ അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എന്ന് പറയുന്നത് ബയോട്ട്-സവാർട്ട് ലോ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത്തരം ലോകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ പ്രോബ്ലം ഞാനൊരു പ്രോബ്ലം ആയിട്ട് ലീവ് ചെയ്യാണ്. പക്ഷെ നിങ്ങൾക്ക് ആൻസർ വേണമെങ്കിൽ ഒന്ന് ഷോർട്ട് ചെയ്യാം. 14ന്റെ ആൻസർ എന്താണെന്നുള്ളത്, അത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് I will leave it as an exercise for you. You can do it by yourself. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിന്റെ അവസാന ഭാഗത്തും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇലക്ട്രോഡൈനാമിക്സിൽ തന്നെ നിരവധി തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്. 14th one, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. നമ്മളോട് ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. What was the relation between electric field and magnetic field? സിമ്പിൾ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ഈക്വൽ ടു CB0 എന്നുള്ളതാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് E/B ഈസ് ഈക്വൽ ടു C എന്ന് പറയുന്നതാണ് സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻ. ഇനി അതല്ല, നമുക്കൊരു കോംപ്ലക്സ് ആക്കണമെന്നെങ്കിൽ എന്താണ്, K ക്രോസ് B ഈക്വൽ ടു K ക്രോസ് B അല്ലേ, K ക്രോസ് B ഈക്വൽ ടു ഡിവൈഡഡ് ബൈ C എന്ന് പറയുന്ന രീതിയിലോട്ട് നമുക്ക് എഴുതാൻ പറ്റും. E ഈക്വൽ ടു മൈനസ് K ക്രോസ് B ബൈ ഒമേഗ എന്ന് പറയുന്ന രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. അവിടെ ബേസിക്കലി നിങ്ങൾ എടുക്കേണ്ടത്, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു ക്രോസ് പ്രൊഡക്റ്റ് ആണ് എടുക്കേണ്ടത്. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ ഒരു എക്സസൈസ്, എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത്. സമാനമായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സെക്ഷനിൽ ചെയ്തിട്ടുണ്ട്. ആൻസർ ഡി അല്ല, സി ആണ്. I-J/√2 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതെങ്ങനെ വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ചെയ്ത് ഒന്ന് നോക്കുക. ആൻസർ സി ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഓൾറെഡി നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്തിട്ടുണ്ട് ഇത്തരം പ്രോബ്ലംസ്. സോ യു ക്യാൻ റെഫർ ദാറ്റ്. ഓക്കെ, 15th one, 15 അല്ല 15th one, 15th ക്വസ്റ്റ്യൻ ആയിരുന്നു, ഞാൻ നമ്പർ ഡൗൺ ടു പോയതാണ്. 15th one. ഓക്കെ, 15th one, 15th ക്വസ്റ്റ്യൻ എന്താണ്, കറസ്പോണ്ടിങ് ടു ദ ഇക്വേഷൻ D ഈക്വൽ ടു ε0 E പ്ലസ് P ഇൻ ദ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ദ ഇക്വേഷൻ വാലിഡ് ഇൻ മാഗ്നറ്റിക് കേസസ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും പോളറൈസേഷനും തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു D ഈക്വൽ ടു ε0 E പ്ലസ് P എന്ന് പറഞ്ഞത്. സമാനമായിട്ട് നിങ്ങൾക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ, ഓക്കെ അതിന്റെ ആൻസർ ഞാൻ ഓൾറെഡി ഇവിടെ എഴുതിയോ, സോറി. ഓക്കെ, ആൻസർ B. ഓക്കെ, ഇവിടെ ആൻസർ ബി ആണ്. ഞാൻ ഓൾറെഡി ആൻസർ അവിടെ എഴുതിയിട്ടുണ്ടല്ലേ, സോറി. ഓക്കെ, ആൻസർ ബി ആണ്. 15 ആൻസർ ബി ആണ്. ഓക്കെ, മൂവിങ് ഓൺ ടു അഗൈൻ 16. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, 15 ബി ആണ്. ഭാഗ്യ, വെരി ഗുഡ്. സോറി, ഞാൻ കണ്ടില്ല. ഓക്കെ, 16. Again Michelson interferometer is coming here. എന്താണ് ഇവിടുത്തെ ആൻസർ? നേരത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം. പെട്ടെന്ന് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നേരത്തെ ചോദ്യം, ആ ചോദ്യമെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം അവിടെ കിട്ടും. നേരത്തെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു, ആ ചോദ്യത്തിൽ തന്നെ വേറൊരു ഫോമിൽ ഈ ചോദ്യം ചോദിച്ചതാണ് ഇവിടെ. അവിടെ നമ്മളോട് ആ ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു ചോദിച്ചതെങ്കിൽ ഇവിടെ നമ്മളോട് വേവ് ലെങ്ത് ആണ് ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യനിൽ തന്നെ നേരത്തെ ഉണ്ടായിരുന്നു, ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു ആ വേവ് ലെങ്ത്തിന്റെ വാല്യൂ. D. What about others? ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. D. ആൻസർ ഇസ് D. ഇവിടുത്തെ നേരത്തെ ഇതെന്താണ്, നേരത്തെ നമ്മുടെ L λ by D equal to L λ by 2 എന്ന് പറഞ്ഞാൽ ഇവിടെ λ equal to 2D by N.
ബേസിക്കലി ഇക്വേഷൻസ് ആണ്. നേരത്തെ അതേ ചോദ്യമാണ്. ആ ചോദ്യത്തിനെ അടുത്ത വർഷം ചോദിച്ചപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അങ്ങനെ മാറ്റി എന്നേ ഉള്ളൂ. അവിടെ ഡിസ്റ്റൻസിന് പകരം വേവ് ലെങ്ത് ചോദിച്ചു. ഈ രീതിയിൽ സെറ്റിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററിലെ ഈ ചോദ്യം. ഇനി വേറെ രീതിയിൽ ചോദ്യം ചോദിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്കത് പറയാം. സെക്കൻഡ് 17th ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ അല്ല, സോറി 17th ക്വസ്റ്റ്യൻ. ഓക്കെ, 17th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തോ? സെയിം അല്ല, സോറി 17th ക്വസ്റ്റ്യൻ. 17th question, the total power radiated by an oscillating electric dipole. Okay, 17th. പരമാവധി ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ചെയ്യാൻ ശ്രമിക്കും. ബാക്കി ആവശ്യമെങ്കിൽ നമ്മളൊരു ക്ലാസ് സെഷൻ കൂടെ വെക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് ഏതെങ്കിലും ഭാഗം റിവൈസ് ചെയ്തില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് അന്ന് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൻസേർഡ് സ്ക്രിപ്റ്റ് നമുക്ക് ഈ രീതിയിൽ വേണമെങ്കിൽ ഷെയർ ചെയ്യുകയും ആവാം. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം. കാരണം ഇപ്പോൾ ഓൾറെഡി 8:10 ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പം 20 ക്വസ്റ്റ്യൻ ആയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ 80ഓളം ചോദ്യങ്ങളുണ്ട് കയ്യിൽ. ഓക്കെ, 17th പെട്ടെന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു 40 ക്വസ്റ്റ്യൻ എങ്കിലും കവർ ചെയ്യാം. 17B എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതിൻ്റെ റീസൺ എനിക്കറിയാം. ഓക്കെ, ഫൈൻ. സോ ആൻസർ ഈസ് സി ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ട ചോദ്യത്തിലുണ്ടായിരുന്നു. ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ the total power radiated by an oscillating electric dipole is directly proportional to the fourth power of the frequency of oscillation. Fourth power of frequency of oscillation. അതായത് നിങ്ങൾ ആ ഇക്വേഷൻ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ അവസാനത്തെ ക്ലാസ്സോ അതിന് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇലക്ട്രിക് ഡൈപോൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അവിടെ ഫ്രീക്വൻസി ഒമേഗ റേസ് ടു 4, അവിടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. ആവറേജ് പോയിന്റിംഗ് വെക്ടർ ഈസ് ഈക്വൽ ടു μ0 p0 സ്ക്വയർ ഒമേഗ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 32 പൈ സ്ക്വയർ സി സൈൻ സ്ക്വയർ തീറ്റ ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്, അത് തന്നെ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് ഡൈപോളിന്റെ ഫോമിൽ പറയുകയാണെങ്കിൽ the total power radiated is equal to μ0 p0 square omega raised to 4 divided by 12 pi c എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിലേഷനിൽ നിങ്ങൾക്ക് ടോട്ടൽ പവർ റേഡിയേറ്റഡ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ഒമേഗ റേസ് ടു 4 ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡൈപോൾ മൊമെന്റ് സ്ക്വയർ ആണ്. ഡൈപോൾ മൊമെന്റ് സ്ക്വയറുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് എന്നീ രണ്ട് ഇൻഫോർമേഷൻസ് മെയിൻ ആയിട്ട് കിട്ടും. അപ്പം ടോട്ടൽ പവർ റേഡിയേറ്റഡ് ബൈ എൻ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡൈപോൾ മൊമെന്റ് ആൻഡ് ഫോർത്ത് പവർ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഓക്കെ, ആ രണ്ട് കോൺസെപ്റ്റ് നിങ്ങൾ ആ ഭാഗത്ത് ഓർത്ത് വെക്കുക. ഡൈപോൾ മൊമെന്റിന്റെ സ്ക്വയറുമായി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഫ്രീക്വൻസിന്റെ ഒമേഗ റേസ് ടു 4 ആണ് അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് എന്ത് ചെയ്യുക, റീവിസിറ്റ് ചെയ്ത് നോക്കാം. സമാനമായിട്ട് മാഗ്നറ്റിക് പോളിന്റെ കേസിലും സെയിം റിലേഷൻ തന്നെയാണ്. മാഗ്നറ്റിക് മൊമെന്റുമായിട്ട് മാഗ്നറ്റിക് മൊമെന്റിന്റെ സ്ക്വയർ ആണ് പവർ റേഡിയേറ്റഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാഗ്നറ്റിക് മൊമെന്റ് സ്ക്വയർ ആൻഡ് ഫ്രീക്വൻസിന്റെ ഫോർത്ത് പവറും ആണുള്ളത്. ഓക്കെ, നമ്മൾ ആ ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എന്ത് ചെയ്യുക, റീവിസിറ്റ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, 18th ആണ്. 18th will be easy. already B എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏതാ വരിക ആൻസർ?
18th ബി ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കാൽസൈറ്റ് ഹാഫ് വേ പ്ലേറ്റ് വെക്കുന്ന കേസിൽ എന്താണ്, ഒരു റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ബീമാണ് വരുന്നതെങ്കിൽ അത് ലെഫ്റ്റ് സർക്കുലർലി ആവും. അതുപോലെ ലെഫ്റ്റ് സർക്കുലർലി ലൈറ്റ് ആണ് വരുന്നതെങ്കിൽ അത് റൈറ്റ് സർക്കുലർലി പോളറൈസ്ഡ് ആയിട്ട് മാറും. ഇനി ലെഫ്റ്റ് എലിപ്റ്റിക്കൽ ആണെങ്കിലും അതേമാതിരി ലെഫ്റ്റ് എലിപ്റ്റിക്കൽ ആണ് വരുന്നതെങ്കിൽ റൈറ്റ് എലിപ്റ്റിക്കൽ ആവും, റൈറ്റ് എലിപ്റ്റിക്കൽ ആണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് എലിപ്റ്റിക്കലുമായിട്ട് മാറും എന്നുള്ളതാണ് കാൽസൈറ്റ് ഹാഫ് വേ പ്ലേറ്റിന്റെ കേസിൽ. ഇനി ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ, ക്വാർട്സ് എന്ന് പറയുന്ന ഒരു ക്വാർട്ടർ വേവ് പ്ലേറ്റിന് ഉദാഹരണമായിട്ടുള്ള ഒരു കേസാണ്. അതിലൂടെ വരുമ്പോൾ നമുക്കറിയാം അത് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ഒരു സർക്കുലർ പോളറൈസ്ഡ് വേവ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒരു λ/4 എന്നുള്ള രീതിയിലുള്ള ഒരു ഇതിലൂടെ കടന്നു വരുമ്പോൾ ക്വാർട്ടർ വേവ് പ്ലേറ്റിലൂടെ വരികയാണെങ്കിൽ അതിന്റെ തിക്നെസ്, ആ ഒരു പ്ലേറ്റിന്റെ തിക്നെസ് λ/4 ആണെങ്കിൽ, ഇവിടെ തിക്നെസ് ആണ് ബേസിക്കലി ഈ ഹാഫ് വേവ് പ്ലേറ്റ് എന്ന് പറയാൻ പറഞ്ഞത്. കാൽസൈറ്റിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ λ/2 ആണെങ്കിലാണ് ആ കേസ് പറയുന്നത്. ഓക്കെ, ഫൈൻ. സോ ബി എന്നുള്ള ആൻസർ കിട്ടി. സോ വാട്ട് അബൌട്ട് 19? When a plane electromagnetic wave propagates through a dielectric, the direction of energy flow is that. The direction of energy flow is that of. ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? നമുക്കറിയാലോ എന്താണ് ഡയറക്ഷൻ ഓഫ് എനർജി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് എനർജി തമ്മിലുള്ള റിലേഷൻ. പോയിന്റിംഗ് വെക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ എനർജി വെക്ടർ എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാലോ. എന്തും തമ്മിലുള്ള റിലേഷൻ ആണ് ഈ എനർജി വെക്ടർ എന്ന് പറയുന്നത്. ജസ്റ്റ് റീകലക്ട് വാട്ട് ഈസ് പോയിന്റിംഗ് വെക്ടർ ഈസ്. ഫ്ലോ ഓഫ് എനർജിനെയാണ് പോയിന്റിംഗ് വെക്ടർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാരീസ് എനർജി. സോ ദാറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആക്ച്വലി ട്രാൻസ്ഫർ energy from one point to another point. Okay, so there will be our relation called pointing vector. Okay, so the answer is C. E cross H ആയിരുന്നു, അല്ലെങ്കിൽ E cross B ആയിരുന്നു. H എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് തന്നെയാണ്. സോ E cross H അല്ലെങ്കിൽ E cross B എന്നുള്ളതാണ് ഇവിടെ റിലേഷൻ. H എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെയാണ് H എന്ന് പറയുന്നത്. Hന്റെ റിലേഷൻ നമ്മൾ ഓൾറെഡി കണ്ടു. എങ്ങനെയാണ് Hഉം മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ദ ആൻസർ ഈസ് സി. ഇ ക്രോസ് എച്ച് ആണ് എപ്പോഴും അതിന്റെ എനർജി ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ വെക്ടറിന്റെ ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിരിക്കും. കെ എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിരിക്കും പോയിന്റിംഗ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇലക്ട്രിക് ഫീൽഡിനും മാഗ്നറ്റിക് ഫീൽഡിനും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും കെ എന്ന് പറയുന്ന വേവിന്റെ പ്രൊപ്പഗേഷൻ, വേവ് വെക്ടറിന്റെ പ്രൊപ്പഗേഷൻ. ആ ഡയറക്ഷനിൽ തന്നെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പോയിന്റിംഗ് വെക്ടറിന്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞതാണ് ആ ഒരു ഡിസ്കഷനിൽ. ഓക്കെ, ഇത് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. ഇത് ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്താം. കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസും വരുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് പിന്നീട് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, 20th one. If two harmonic waves having same frequency but with the displacement in mutually perpendicular directions are represented by x is equal to x0 sin omega t minus kz and y equal to y0 sin omega t minus kz plus psi, these two together can constitute a plane polarized wave. ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആവണമെങ്കിൽ എന്തായിരിക്കണം ഫൈ എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ഹാർമോണിക് വേവ് വിത്ത് സെയിം ഫ്രീക്വൻസി ആണ്.
which is displacement in mutually perpendicular direction, x equal to x0 sin omega t minus kz, y is equal to y0 sin omega t minus kz plus I. അങ്ങനെയാണെങ്കിൽ ഇതൊരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആണെങ്കിൽ ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതിന്റെ psi എന്തായിരിക്കും? സോ psi or phi എനിവേ അവിടെ ഉണ്ടാകുന്ന ഫേസ് ചേഞ്ച് എന്തായിരിക്കും എന്നുള്ളതാണ് ബേസിക്കലി ചോദ്യം. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് പ്ലെയിൻ പോളറൈസ്ഡ് വേവ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം, എപ്പോഴാണ് സർക്കുലർ പോളറൈസ്ഡ് വേവ് കിട്ടുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം, എലിപ്റ്റിക്കൽ പോളറൈസ്ഡ് വേവ് എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്നുള്ള കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. ഫേസ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്, നമ്മൾ പറഞ്ഞതാണ് രണ്ട് തമ്മിൽ. ഏതാണ് ഇതിന്റെ ഉത്തരം? ഏതാണ് ഇതിന്റെ ഉത്തരം? നിങ്ങളൊന്ന് ആക്റ്റീവ് ആകട്ടോ. നമ്മൾ ഒരുപാട് നേരം ചോദ്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങളൊന്ന് ഡീആക്റ്റീവ് ആകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് എന്ത് ചെയ്യുക, വേണമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒന്നുകൂടെ തിരിച്ചു വരിക, ബാക്ക് ടു വർക്ക്. D. What about others? Bhagya and Nadia. The answer is D. Answer is D. Okay? Because ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആവണമെങ്കിൽ എന്താണ്, അത് നമ്മളുടെ ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കണം. 90 ഡിഗ്രി ആണ് അത് നമ്മളുടെ ഫേസ് ചേഞ്ച്. രണ്ട് വേവ് എക്സ് വൈയും നമ്മളുടെ ഫേസ് ചേഞ്ച് 90 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും, അതൊരു സർക്കുലർ പോളറൈസ്ഡ് വേവ് ആയിരിക്കും. ഇനി അത് 90 ഡിഗ്രിയും 0വും അല്ലാത്ത ഏത് ആംഗിൾ ആണെങ്കിലും അതിന്റെ ഇതെന്തായിരിക്കും, ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലായിരിക്കും അത് വരിക. ഓക്കെ, അപ്പം ഇവിടെ പ്ലെയിൻ പോളറൈസ്ഡ് ആവണമെങ്കിൽ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി phi equal to 0. Okay, there should not be any phase change between these two. Then we can say that x will be, that is propagating along x axis, and y will be propagating along y axis. Okay, propagating means polarized along y axis, x is polarized on x axis, so you will be getting a plane polarized wave. psi equal to 0 ആവുന്ന കണ്ടീഷനിലാണ് നമുക്കൊരു പ്ലെയിൻ രണ്ട് വേവ് മിനിമം നമ്മൾ പറഞ്ഞു, രണ്ട് വേവ് തമ്മിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അത് നമ്മളുടെ ഫേസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്, 90 ഡിഗ്രി ആണെങ്കിൽ അത് ഒരു സർക്കുലർലി പോളറൈസ്ഡ് വേവ്, 90 ഡിഗ്രി അല്ലാതെ അല്ലെങ്കിൽ 0 അല്ലാത്ത വാല്യൂസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് എ എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വേവ്. അതാണ് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഓക്കെ, സോ 21. എക്സ്റേസിന്റെ 10 കിലോ ഇലക്ട്രോൺ വോൾട്ട് ഫോട്ടോൺസ് ബിലോങ് ടു ഏതാണ് എന്നുള്ളതാണ്. ഏത് ടൈപ്പ് ഓഫ് റേ ആണ്? മൈക്രോവേവ് ആണോ, അൾട്രാവയലറ്റ് വേവ് ആണോ, ഇൻഫ്രാറെഡ് വേവ് ആണോ, എക്സ്റേസ് ആണോ? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഞാൻ ക്ലാസ്സിൽ കാണിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. എനിവേ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലൊന്ന് കണ്ണോടിച്ച് വെക്കുന്നത് നല്ലതാണ്. എവിടെയാണ് എക്സ്റേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, എവിടെയാണ് അൾട്രാവയലറ്റ് റേസിന്റെ പൊസിഷൻ, എന്താണ് അതിന്റെ ഒരു അപ്രോക്സിമേറ്റ് ഫ്രീക്വൻസി, വേവ് ലെങ്ത്തിനും ഫ്രീക്വൻസിക്കും അനുസരിച്ചാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിൽ നിന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നന്നാവും. ഇനി അതല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വേവ് ലെങ്ത് അറിയാമെങ്കിൽ, എക്സ്റേന്റെ വേവ് ലെങ്ത് നമുക്കറിയാം 1.24 ആങ്സ്ട്രോം ആണ് നോർമലി നമ്മളൊരു എക്സ്റേ ഡിഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നതിന്റെ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം അഡ്രസ് ചെയ്യാം. ഇവിടെ ആൻസർ ഡി ആണ്, എക്സ്റേ ആണ്. സോ നിങ്ങൾക്ക് ഇ ഈക്വൽ ടു, ഇവിടെ എന്താണ് എനർജി ആണ് തന്നിട്ടുള്ളത്, ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, അതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഇ ഈക്വൽ ടു എച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഫ്രീക്വൻസി കാണാം.
ആ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ E ഈക്വൽ ടു എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ എന്നൊരു റിലേഷൻ കൂടെ ഉണ്ട്. ഓക്കെ, എച്ച് എന്ന് പറഞ്ഞ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, സി എന്ന് പറഞ്ഞ ലൈറ്റിന്റെ വെലോസിറ്റി, ലാംഡ എന്ന് പറഞ്ഞ വേവ് ലെങ്ത്. അത് വെച്ചിട്ട് ലാംഡ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു ക്ലോസ് ടു എക്സ്റേന്റെ വേവ് ലെങ്ത്തിന്റെ റീജിയൻ കിട്ടും. ഓക്കെ, അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, സോ ആൻസർ എനിവേ ഇവിടെ ഡി ആണ് ഇതിന്റെ കേസിലെ ആൻസർ ആയിട്ട് നമുക്ക് വരിക. സോ വാട്ട് അബൌട്ട് 22? 22 എന്താണ് ആൻസർ വരിക? ആൻസർ എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നോർമൽ ടു ദ സർഫസ് ആണ് വരിക. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ഇതിൽ ഇലക്ട്രിക് ഫീൽഡ് വന്നിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇൻസിഡന്റ് ഓൺ എ കണ്ടക്ടർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നോർമൽ ടു സർഫസ് ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ സർഫസ് ഓഫ് എ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നോർമൽ ടു ദ സർഫസ്. അതിനർത്ഥം നോർമൽ ടു സർഫസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വേവ് വന്ന് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ബാക്ക് എന്നുള്ളതാണ്. അത് നോർമൽ ഇൻസിഡൻസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ ഈസ് നോർമൽ ടു ദ സർഫസ് എന്നുള്ളതാണ്, സീറോ അല്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ, ഹോളോ കണ്ടക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് സീറോ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് സർഫസിലാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം സർഫസിൽ അത് നോർമൽ ടു ദ സർഫസ് ആണ് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ബി. ഓക്കെ, സോ വാട്ട് അബൌട്ട് 23? 3 electric dipoles each constituted by a charge plus q minus q are placed inside a cube. The net electric flux coming out of the cube. ഇതിന്റെ ഉത്തരം വളരെ ഈസിയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ ഉത്തരം എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് കമ്മിങ് ഔട്ട് ഓഫ് ദ ക്യൂബ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻസൈഡ് ചാർജസ് ഉണ്ട്. ഇൻസൈഡ് ചാർജസ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചാർജ് ഇൻസൈഡ് ആണെങ്കിൽ, ക്യൂബിന്റെ ഇൻസൈഡ് ആണെങ്കിൽ എന്തായിരിക്കും? ആൻസർ വിൽ ബി സി, സീറോ ആയിരിക്കും ഇതിന്റെ കേസിലെ ആൻസർ. ഓക്കെ, മൂവിങ് ഓൺ ടു 24. A dielectric slab of thickness d is inserted in a parallel plate capacitor whose negative plate is at x is equal to 0 and positive plate is x is equal to 3d. The slab is equidistant from the plates. The capacitor is given some charge as x varies from 0 to 3d. Then what is the answer? 24. Here the answer is B. The direction of electric field remains the same എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഈ കേസിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എന്താണ്? നമ്മോട് ഇക്വിഡിസ്റ്റന്റ് ദ കപ്പാസിറ്റർ ഗിവൻ സം ചാർജ്. അങ്ങനെയാണെങ്കിൽ
അവിടെ x varies from 0 to 3d. As x varies from 0 to 3d, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ എന്താണ് ഡയറക്ഷനിൽ there will be no change. Okay, there will be no change in with respect to that. Electric field will be flowing from negative to positive only. So we'll have the electric field remains the same for the case. So that's why answer is B here. Okay. So what about 25? 25 ന്റെ കോൺസെപ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ ആൻസർ എന്താണ് വരിക? The electrostatic potential in a certain region of space is given by phi of x and the charge density in the region is. നമുക്ക് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്, നമ്മളോട് പറയുന്നുള്ളത് ചാർജ് ഡെൻസിറ്റി കാണാൻ വേണ്ടിയിട്ടാണ്. എന്താ പൊട്ടൻഷ്യലും ചാർജ് ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ? അതാണ് 25 എന്ന് പറയുന്ന ക്വസ്റ്റ്യന്റെ കാതൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് പൊട്ടൻഷ്യലും ചാർജ് ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആൻസർ ഇറ്റ് വെരി ഈസിലി. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ദ ആൻസർ റൈറ്റ് ഹിയർ. 25th. How do we relate potential with respect to charge density? Let charge density be a volume charge density. Okay. ആൻസർ ഏതാ വരിക? റിലേഷൻ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് നിങ്ങൾക്ക് അറിയാം. സോ ഡെൽ സ്ക്വയർ വി എന്ന പൊട്ടൻഷ്യൽ ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞൊരു റിലേഷൻ നിങ്ങൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടാവും. ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു മൈനസ് റോ ബൈ എപ്സിലോൺ 0. എങ്ങനെയാണ് ഡെൽ സ്ക്വയർ വി വന്ന്? യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇ ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നുണ്ടാവും. അത് നമുക്ക് ഡെൽ സ്ക്വയർ വി ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്ന് പറയുന്ന റിലേഷനിലോട്ട് വരാം. ഗോസസ് ലോ എടുത്തു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0. ഫ്രം ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് 26ന്റെ ആൻസർ ആണ് പറയുന്നത്. 25ന്റെ കേസ് എന്താ? 25ന്റെ കേസിൽ ആൻസർ 0 ആണ്. അതിന്റെ റീസൺ എന്താ അറിയോ? ഡെൽ സ്ക്വയർ വി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഡെൽ സ്ക്വയർ ഫൈ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് ചെയ്യും? അതിന് ടേം 0 ആയിട്ട് വരും. ഓക്കെ. സോ ചാർജ് ഡെൻസിറ്റി 0 ആയിട്ടായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ഇവിടെ ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡോ ഫൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് and again dou square phi of x by dou x square. So അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ 0 ആണ് കിട്ടുക. So the relation is del square phi equal to minus rho by epsilon 0. Rho will be 0 in this case. Okay. What about 26? 26 ആൻസർ എന്താണ്? ആരോ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. What about others? What is the polarization of the electromagnetic wave whose electric field is given below? Answer C ആണ്. പ്ലെയിൻ പോളറൈസ്ഡ് ആണ്. ഇത് നമ്മൾ കമ്പൈൻഡ് ചെയ്തിട്ടുള്ള കേസല്ല ചോദിച്ചിട്ടുള്ളത്. ഓരോ കേസിലും ആ ഇലക്ട്രിക് ഫീൽഡിന്റെ റെപ്രസെന്റേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ പ്ലെയിൻ പോളറൈസ്ഡ് വേവ്. ഓക്കെ. ബേസിക്കലി പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആണ്. ആൻസർ സി ആണ്. ഓരോ ഇലക്ട്രിക് ഫീൽഡും റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ഇതാണ്. ഇത് ടുഗദർ എന്ന് പറഞ്ഞിട്ടില്ല. ടുഗദർ ആയിരുന്നെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് എലിപ്റ്റിക്കലി പോളറൈസ്ഡ് വേവ്.
അല്ലെങ്കിൽ അതൊരു എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോന്നും എന്തായിട്ടാണ് ഒരു പ്ലെയിൻ പോളറൈസ്ഡ് വേവ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. 27B ആണ്, നേരത്തെ നമ്മൾ ചെയ്തതാണ്. 27 ഓൾറെഡി നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ്. സോ ആൻസർ ഇസ് ബി. വെരി ഗുഡ്. വാട്ട് അബൌട്ട് 28? 28. Okay, 28. 28 എന്ന് പറയുന്നത് മാക്സ്വെൽ ഇക്വേഷന്റെ ഫോർത്ത് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾക്കറിയാം del cross B equal to mu0 J plus mu0 epsilon 0 dou E by dou T എന്ന് പറയുന്ന കേസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ you can address this equation very easily. ഓക്കെ, ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. 28 del cross B equal to mu0 J plus mu0 epsilon 0 dou E by dou T എന്ന് പറഞ്ഞ മാക്സ്വെലിന്റെ ഫോർത്ത് ഇക്വേഷൻ. ആ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ പറഞ്ഞ പ്രോബ്ലമായിട്ട് ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് 28ന്റെ ആൻസർ ഈസി ആയിട്ട് കിട്ടും. ഇവിടെ നമുക്ക് കറണ്ട് ഡെൻസിറ്റി J തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് ആൻസർ. എല്ലാവരും ഈ ആൻസർ ഒന്ന് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് എല്ലാവരും ഒന്ന് അറിയുന്ന ഒരു ആൻസർ ഒന്ന് പിക്ക് ചെയ്തേ. പെട്ടെന്ന് കേട്ടോ. 28. What about others? Anju and Nadia. ഇവിടെ ആൻസർ ബി ആണ്, 10 mu0. ഓക്കെ, ബി ആണ് ഇവിടെ ആൻസർ വരിക, 10 B0. ഓക്കെ, ദർ ഇസ് നോ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ടേമിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് mu0 J എന്ന് പറയുന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ വിൽ ഹാവ് സെക്കൻഡ് പാർട്ട് mu0 epsilon 0 dou E by dou T. So epsilon 0 dou E by dou T എന്ന് പറഞ്ഞാൽ എന്താണ്? That is actually D ആണ്. So we'll have displacement current density 10 into mu0. 10 mu0 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് നോ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? mu0 J എന്ന് പറയുന്ന ടേം 0 ആവും. ഓക്കെ, then mu0 epsilon 0 dou E by dou T or rather mu0 dou D by dou T എന്ന് പറയും. dou D by dou T ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഓക്കെ, so that is dou D by dou T is what? That is 10 into mu0. The answer is B here. Okay, കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുമ്പോൾ J ആണ് വരിക. mu0 J J 0 ആണ്, നോ കണ്ടക്ഷൻ കറണ്ട് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ടേമില് mu0 dou D by dou T, mu0 epsilon 0 dou E by dou T എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? mu0 dou D by dou T ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ടേമിൽ എഴുതാം. സോ ദാറ്റ് ഈസ് 10 mu0 എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, മാക്സ്വെലിന്റെ ഫോർത്ത് ഇക്വേഷന്റെ ഒരു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. current density J will be equal to 0 here, and the second part will exist
n10 mu 0 is the right answer here. Okay, so equation ഒന്ന് revisit ചെയ്യാം. എന്നിട്ട് j എന്ന് പറഞ്ഞ് 0 എന്ന് കൊടുത്തു നോക്കാം. epsilon 0 dou e by dou t അല്ലെങ്കിൽ dou d by dou t എന്നുള്ളത് keep it as 10, then you will be getting the answer. Okay, so what about 29? Sorry, 29 വളരെ ഈസി ആണ്. Question may look bit ugly, but you need to know one idea. First of all, magnetic dipole moment due to a current loop in the equation നിങ്ങൾ ഓർത്തു വെക്കണം. ഇവിടെ ഒരു ചെറിയ കൺസെപ്റ്റ് കൂടെ അറിയാനുണ്ട്. കൺസെപ്റ്റ് അല്ല, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസിൽ എന്താണ് ഏരിയ എന്നുള്ളത് നിങ്ങൾക്കറിയാം. മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IA ആണ്, ഏരിയ ഇൻറ്റു കറണ്ട്. IA ആണ് ബേസിക്കലി. അപ്പം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 ആണ്, A² ആണ്. ഓക്കെ, സൈഡ് ഇൻറ്റു സൈഡ് ആണ്. ഇക്വിലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, സെയിം സൈഡ് ആണ്. സൈഡ് ഈക്വൽ ടു ഓൾ സൈഡ് വിൽ ബി ഈക്വൽ, റൈറ്റ്? സോ A ഇൻറ്റു A ആണ് ബേസിക്കലി വരിക, മൈനസ് √3/4 A² ആണ് ഏരിയ എന്ന് പറയുന്നത്. I എന്ന് പറഞ്ഞ കറണ്ട്. സോ ഇവിടെ ആൻസർ വരിക D ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആൻസർ D ആണ് വരിക. കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറയുമ്പോൾ മൈനസ് √3/4. എനിവേ √3/4 എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ √3/4 A² എന്നുള്ളതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അതറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി സേ ദ ആൻസർ ആസ് D. ഓക്കെ, അപ്പം ആ കുറച്ച് കാര്യങ്ങളുടെ ഏരിയ ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാവും. ചിലപ്പം പെട്ടെന്ന് പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം അതാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് പിന്നെ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഇതാണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ IA. ഓക്കെ, IA ഇൻറ്റു യൂണിറ്റ് വെക്ടർ ആണ് അതിന്റെ റെപ്രസെന്റേഷൻ. I എന്ന് പറഞ്ഞ കറണ്ട്, A എന്ന് പറഞ്ഞ ഏരിയ. സോ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3/4 A². ഫൈൻ. So moving on to 30th one, a vector potential is associated with any. A vector potential is associated with any. Vector potential എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണ്? ആൻസർ വളരെ ഈസിയാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ നേരത്തെ നമ്മൾ ലോറൻസ് ഗേജുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു ചെയ്തു. B ഈക്വൽ ടു ഡെൽ ക്രോസ് A എന്നാണ് നമ്മൾ പറയാറുള്ളത്. B ഈക്വൽ ടു ഡെൽ ക്രോസ് A എന്ന് പറയുമ്പോൾ എന്താണ്? ദ ആൻസർ ഈസ് C ആണ്. അതൊരു സോളിനോയിഡൽ ഫീൽഡ് ആണ്. ഓക്കെ, B ഈക്വൽ ടു ഡെൽ ക്രോസ് A ആണ് വെക്ടർ പൊട്ടൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോളിനോയിഡൽ ഫീൽഡ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇറ്റ്സ് എ കേളിങ് അറൗണ്ട് ദാറ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഡെൽ ക്രോസ് A എന്ന് പറയുന്നത്. സോ എ വെക്ടർ പൊട്ടൻഷ്യൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് any solenoidal field. So the answer is C. Okay, so now we will move on to the discussion of boundary condition. So that's a 31st problem. 31, E and B denote the electric and magnetic field vectors. Then which of the following statement is true at the boundary between two different media? The boundary between two different media. ഏതാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫോളോയിങ് ബൗണ്ടറി ബിറ്റ്വീൻ ടു ഡിഫറെന്റ് മീഡിയ. ടു ഡിഫറെന്റ് മീഡിയന്റെ കേസിൽ
ആ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. നോർമൽ കമ്പോണൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതുപോലെ ടാൻജൻഷ്യൽ കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതുമായിട്ട് ബന്ധപ്പെട്ട ആ ബൗണ്ടറി കണ്ടീഷൻസ് ഒന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. Well, keep the answer as answer A. Normal component of magnetic field is continuous. Tangential component of electric field will be continuous എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റ്. ഓക്കെ, നോർമൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കണ്ടിന്യൂസ് എന്നുള്ളതാണ് ആൻസർ വരിക. സോ ദ ആൻസർ ഈസ് ആൻസർ എ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു 32. അഗൈൻ ബൗണ്ടറി കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നത്. So in the case of propagation of electromagnetic wave along the length z direction of a rectangular waveguide, the transverse electric wave has options B z equal to 0 everywhere and Ez equal to 0 at boundary, Bz equal to 0 at the boundary, Bz not equal to 0 and at the boundary, Ez equal to 0. Then D, we have Ez equal to everywhere and at the boundary dou Bz by dou n equal to 0. 32 ന്റെ ആൻസർ എന്താ വരിക? സി ആണോ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് അതിന്റെ ടാൻജൻഷ്യൽ കോമ്പണന്റ് ആണ്. ഓക്കെ, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അലോങ് സെഡ് ഡയറക്ഷനിലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടാൻജൻഷ്യൽ കോമ്പണന്റ് ആണ് ഇ സെഡ് എന്ന് പറയുന്നത്. അപ്പം ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ എന്താണ്? ദ ടാൻജൻഷ്യൽ കോമ്പണന്റ് ഇ സെഡ് വിൽ ബി 0. അതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. ഓക്കെ, ടാൻജൻഷ്യൽ കോമ്പണന്റ് ഇ സെഡ് വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് അറ്റ് ബൗണ്ടറി ഡോ ബി സെഡ് ബൈ ഡോ എൻ. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യായിരിക്കും? ശരിക്കും ബി സെഡ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നോൺ സീറോ ആണ്. പക്ഷെ അതിന്റെ ഡെറിവേറ്റീവ് അറ്റ് ദ ബൗണ്ടറി എടുക്കുമ്പോൾ എന്താണ്? ദാറ്റ് വിൽ ബി 0. സോ ദാറ്റ്സ് വൈ ആൻസർ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. അപ്പം ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എല്ലാ കോമ്പണന്റും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. അവിടെ ഒരു ടാൻജൻഷ്യൽ കോമ്പണന്റ് ഉണ്ടാവില്ല. ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സെഡ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡിന് ഒരു കോമ്പണന്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പം അത്തരം ഒരു കോമ്പണന്റ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് ഉണ്ടാവില്ല. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് കോമ്പണന്റ് അലോങ് സെഡ് ഡയറക്ഷൻ ഉണ്ടാവില്ല എന്നതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക്കിന്റെ കേസിൽ അവിടെ ഒരു നോൺ സീറോ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണന്റ് ഉണ്ടാവും അലോങ് സെഡ് ഡയറക്ഷനിൽ. അത് തന്നെ അറ്റ് ദ ബൗണ്ടറി എന്തായിരിക്കും? ഡോ ബി സെഡ് ബൈ ഡോ എൻ എടുക്കുകയാണെങ്കിൽ ദ വാല്യൂ വിൽ ബി 0. സിമിലർലി ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക്കിന്റെ കേസിൽ എന്താണ്? there will be no magnetic tangential magnetic component along z direction. There will be electric component along z direction, tangential electric component along z direction. That is a non-zero value. That too will be 0 when dou e z by dou n will be equal to 0 at the boundary. Okay, so our concept എന്താണ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക്, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതെങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എല്ലാം ട്രാൻസ്വേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, 33. For a plane electromagnetic wave represented by E equal to x E0 cos kz minus omega t, h is equal to y h0 cos kz minus omega t. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് പോയിന്റിംഗ് വെക്ടർ ഈസ്, പോയിന്റിംഗ് വെക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളത് നിങ്ങൾ ഓർത്തു വരുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. ഇൻസ്റ്റന്റേനിയസ് പോയിന്റിംഗ് വെക്ടറും അതുപോലെ തന്നെ ആവറേജ് പോയിന്റിംഗ് വെക്ടറും ഉണ്ട്.
So how do we represent? Average ആകുമ്പം only there will be a component of amplitudes only. Amplitudesന്റെ component മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ആവറേജ് ചെയ്യും. കോസിന്റെ ടൈം ഒക്കെ ആവറേജ് ചെയ്യും. ഇൻസ്റ്റന്റേനിയസ് ആകുമ്പം അവിടെ നമ്മൾ ആ കോസ് കെ സെഡ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന റെപ്രസെന്റേഷനും കൂടെ അവിടെ ഉണ്ടാവും. ഓക്കെ, എനിവേ ഇവിടുത്തെ ആൻസർ എന്താ വരിക? പോയിന്റും വെക്ടറിന്റെ ഡയറക്ഷൻ നോക്കണം ആദ്യം. എക്സ് ക്യാപ്പ് ഈ ഇലക്ട്രിക് ഫീൽഡ് അലോങ് എക്സ് ഡയറക്ഷൻ ആണ്, മാഗ്നറ്റിക് ഫീൽഡ് അലോങ് വൈ ഡയറക്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പോയിന്റും വെക്ടറും സെഡ് ഡയറക്ഷനിലാണ് വരിക, പെർപെൻഡിക്കുലർ ടു ദാറ്റ് ആണ് വരിക. ഓക്കെ, എനിവേ ഓപ്ഷൻസിലുള്ള എല്ലാം എന്താണ് പെർപെൻഡിക്കുലർ സെഡ് ഡയറക്ഷനിൽ തന്നെയാണുള്ളത്. പിന്നെ ചോദ്യം ഇൻസ്റ്റന്റേനിയസ് ആകുമ്പോൾ ഏതാണ് ഉത്തരം വരിക എന്നുള്ളതാണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ ക്രോസ് എച്ച് ആണ്. ഇ ക്രോസ് എച്ച് എന്നുള്ളത് നമുക്ക് ഇൻസ്റ്റന്റേനിയസ് ആകുമ്പോൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഏതാണ് ഇതിന്റെ ആൻസർ വരിക? 33. So here the answer is D ആണ്. Z cap is equal to E0 H0 cos square kz minus omega t. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് പോയിന്റ് വെക്ടർ എന്ന് പറയുന്നത്. അതിന്റെ ആവറേജ് ആയിരുന്നെങ്കിൽ അത് ഹാഫ് E0 H0 സ്ക്വയർ എന്ന് വന്നേനെ. ഓക്കെ, ആ രീതിയിലായിരിക്കും അതിന്റെ റെപ്രസെന്റ് ഹാഫ് E0 H0 എന്ന് വന്നേനെ. സോ ഇവിടെ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ആയതുകൊണ്ട് Z cap H0 E0 H0 cos square kz omega t ജസ്റ്റ് നമ്മൾ ഇയും എച്ചും മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലാണ് അതിന്റെ ആൻസർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, what about 34? For a monochromatic plane electromagnetic wave in vacuum, the electric field has a maximum value of 10 raised to minus 3 volt-meter inverse. The maximum value of flux density is. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയിട്ട് ഞാൻ ലീവ് ചെയ്യാണ്. ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്തുന്നത് സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ സൊല്യൂഷൻ എത്തുന്നതെന്നുള്ളത് നിങ്ങൾ എനിക്ക് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുക, നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഇടുക. 34th one. For a monochromatic plane electromagnetic wave in vacuum, the electric field has a maximum value of 10 raised to minus 3 watt-meter inverse. The maximum value of magnetic flux density is. 34th problem. ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് ആൻസർ സി ആണ് വരിക. എങ്ങനെയാണ് സി കിട്ടുന്നത് എന്നുള്ളത് you have to find it out by yourself and share in the answer. Okay, ആ എക്സസൈസ് കീപ് നോട്ട് ചെയ്യുക. 34 leave it as a homework for to do. വളരെ ഈസിയാണ്. എങ്ങനെയാണ് എന്നുള്ളത് ഈസിയാണ്, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് പറയുന്നില്ല. വളരെ ഈസിയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടിയിട്ട്. Now you do that by yourself. What about 35? We have a rho free denotes the density of free charges. Rho bound denotes the density of polarization charges. Rho total denotes the charge density due to both kind of charges. Which of the following equation is a valid Maxwell equation inside matter? Which of the following equation inside the matter? Sorry. Thirty-five ആൻസർ എ ആണ്. del dot d equal to rho
ഫ്രീ ഇലക്ട്രോൺസ് മാത്രമാണ് നമ്മൾ ഇൻസൈഡ് മാറ്റർ വരുമ്പോൾ ഉണ്ടാവുക. ബൗണ്ട് ചാർജസ് എന്ന് പറഞ്ഞ സർഫസിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇൻസൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ ഇലക്ട്രോൺസ് ആയിരിക്കും അല്ലെങ്കിൽ ഫ്രീ ചാർജസ് ആയിരിക്കും നമുക്ക് ഇൻസൈഡ് ദ മാറ്റർ ഉണ്ടാവുക. സോ ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ഫ്രീ എന്നുള്ളതാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന കണ്ടീഷൻ. ഓക്കെ, ബൗണ്ട് ചാർജസ് എക്സിസ്റ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, സോ ഇൻസൈഡ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഡി ഈക്വൽ ടു റോ ഫ്രീ. ഓക്കെ, 34ന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മളുടെ റിലേഷൻ എന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. ചിലപ്പം ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും വാല്യൂസിൽ, പക്ഷെ യു വിൽ ഗെറ്റ് ദ റൈറ്റ് ആൻസർ. The physical quantity invariant under Lorentz transformation is. ഓക്കെ, നമുക്ക് 40 പ്രോബ്ലം ചെയ്തിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ബാക്കി പ്രോബ്ലംസ് 40-41 പ്രോബ്ലംസ് ചെയ്തിട്ട് നിർത്താം. ബാക്കി അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. 36. The physical quantity invariant under Lorentz transformation is. നമ്മളോട് പറഞ്ഞതാണ്. എല്ലാവരും ഉഷാറാവട്ടോ. അവസാനിപ്പിക്കുകയാണ്. അവസാനത്തിലേക്ക് ഉഷാറാവുക. ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു സംഭവമാണ് ഇത്. കഴിഞ്ഞ ഇലക്ട്രോഡൈനാമിക്സിന്റെ അവസാനത്തെ ഭാഗത്ത് നമ്മളൊരു പ്രോബ്ലം ഡിസ്കഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രോബ്ലം. ദ ആൻസർ ഈസ് ചാർജ് ആണ്, ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു 37. An electron moving in plus x direction experiences a Lorentz force in plus z direction. The magnetic field B has a component. എന്താ ആൻസർ വരിക? ആൻസർ ബി ആണ്. Bx can be positive, negative or 0. By is 0 and Bz will be 0. Okay, along ലോറൻസ് കണ്ടീഷന്റെ കേസിൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ലോറൻസ് ഫോഴ്സ് നിങ്ങൾക്ക് അറിയാം, F is equal to Q V cross B ആണ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഇതിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ് പറയുകയാണെങ്കിൽ F is equal to Q V cross B ആണ്. സോ ദാറ്റ് മീൻസ് എന്താണ്, വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ബി സെഡ് എന്ന് പറഞ്ഞ കോമ്പണന്റ് എന്തായിരിക്കും, എന്തായാലും 0 ആയിരിക്കും. സോ ബി വൈ വിൽ ബി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി. സോറി, and bx can be positive, negative or 0. So the answer is B here. 38. In the case of irrotational field represented by F, ഏതാണ് ഒരു ഇറോട്ടേഷണൽ ഫീൽഡിന്റെ കേസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് കണ്ടീഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. സമാനമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അവിടെ എഫ് എന്നായിരുന്നില്ല. എഫ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ചെറിയ വെക്ടർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റൊരു റെപ്രസെന്റേഷനുമായിട്ട് സമാനമായിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഉത്തരവും. ആ എഫിന് പകരം വേറൊരാളെ ആലോചിച്ചാൽ മതി, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം ഈസി ആയിട്ട് കിട്ടും. അതാരാ എന്നുള്ളിടത്താണ് ഈ ചോദ്യത്തിന്റെ കാതൽ.
വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യമാണ് 38, ബട്ട് ദ ആൻസർ ഇസ് വെരി ഈസി ആസ് വെൽ. പെട്ടെന്ന് പറഞ്ഞ ആൻസർ ആരൊക്കെ ഇവിടെ ഉള്ള? നാദിയ ഉണ്ട്, ഭാഗ്യ ഉണ്ട്, അഞ്ചു ഉണ്ടെന്ന് വിചാരിക്കുന്നു. So answer is A ആണ്. Del cross f is equal to 0 if f is the gradient of some scalar, f is equal to minus del u. Okay, so that is a case of that representation. Del cross f is equal to 0, f is the gradient of some scalar and f is equal to minus del u എന്നുള്ളതാണ് irrotational field. Irrotational field എന്ന് പറയുമ്പോൾ ഇവിടെ കേൾ എന്ന് പറയുന്നത് 0 ആവുന്ന കേസിലാണ് നമ്മൾ irrotational fieldsന്റെ representation പറയാ. Okay, so in that case f is equal to minus del u. Okay, fine. And 39, the field outside a uniformly charged sphere of charge q and radius a. നമ്മൾ പറഞ്ഞതാണ് യൂണിഫോംലി ചാർജ് സ്ഫിയറിന്റെ കേസിൽ q എന്താ ചാർജ് എന്താണെന്നുള്ളത്. Okay, so here the answer is D, q by 4 pi epsilon 0 a square. A എന്ന് പറഞ്ഞ റേഡിയസ് a ആണ്. സോ യൂണിഫോംലി ചാർജ് സ്ഫിയറിന്റെ കേസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ q by 4 pi epsilon 0 r square, 1 by 4 pi epsilon 0 q by r square എന്ന് പറയുന്ന പോലെ q by a square എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ. So the answer is A, sorry D, answer is D. Okay, ഞാൻ ഈ ഒരു ഡിസ്കഷനും കൂടെ ഈ ഒരൊറ്റ സ്ലൈഡോട് കൂടി അവസാനിപ്പിക്കുന്നതായിരിക്കും. 40, 41, 42 and 43. ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. 2 long parallel conducting wires carrying current in the same direction are kept at a distance d apart. The force per unit length. ഇത് മുമ്പ് ഒരു ഗേറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലം. ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ കേസിലുള്ള കണ്ടീഷൻ. Okay, so answer is A ആണ്. mu 0 I1 I2 2 pi d എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ വരിക. സെക്കൻഡ് വൺ, the diffraction pattern of a single slit of width a and illuminated by a light of wavelength lambda is formed by a screen. Okay, ഏതാണ് ഇതിന്റെ കേസ്? ഫസ്റ്റ് മിനിമം ഓഫ് ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫ്രം ദ സെൻട്രൽ മാക്സിമം ഈസ് the answer is A, lambda d by a ആണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് മിനിമ എന്ന് പറയുന്നത് ലാംഡ d by a എന്ന് പറയുന്ന പോർഷനിലാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുക. ദ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് സിംഗിൾ സ്ലിറ്റിന്റെ കേസിൽ ഇഫ് d is greater, very very greater than a ആണെങ്കിൽ d എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് ദ അപ്പർച്ചർ. ഓക്കെ, a എന്ന് പറയുന്നത് സിംഗിൾ സ്ലിറ്റിന്റെ വിഡ്ത്തുമാണ് a എന്ന് പറയുന്നത്. So in that case first minimum of diffraction pattern for central maximum എന്ന് പറഞ്ഞാൽ lambda d by a ആണ്. Lambda is the wavelength. About 42 42ന്റെ കേസിൽ ഞാൻ ആ ഇക്വേഷൻസ് ഇവിടെ തരാം, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. പാത്ത് ഡിഫറൻസിന് നമുക്ക് mu minus 1t equal to n lambda എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. പാത്ത് ഡിഫറൻസ് ഈക്വൽ ടു mu minus 1 into t. അവിടെ mu എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, t എന്ന് പറയുന്നത് തിക്നെസ് ആണ്. സോ ദാറ്റ് വി ക്യാൻ റിലേറ്റ് ഇസ് n lambda. ദെൻ ബീറ്റ എന്ന് പറയുന്നത് നമ്മളെ ഷിഫ്റ്റ് ആണ്, ഫ്രിഞ്ചിൽ ഉണ്ടാവുന്ന ഷിഫ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ബീറ്റ എന്ന് പറയുന്നത്.
സോ ബീറ്റയും ലാംഡയും നമ്മളുടെ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ഈക്വൽ ടു ഡി ലാംഡ ബൈ ഡി എന്ന് പറയുന്ന ഒരു റിലേഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ n ഈസ് ഈക്വൽ ടു 1 എന്ന് എടുക്കുകയാണെങ്കിൽ n എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ഇന്റർഫറൻസ് ആണ്. ഇന്റർഫറൻസിന്റെ ഓർഡർ 1 ആണ് എന്ന് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഓർഡർ ആണെന്ന് വിചാരിക്കാം. സോ n ഈക്വൽ ടു 1 എന്ന് കീപ്പ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തിക്നെസ് കാണാൻ വേണ്ടി, നമ്മുടെ തിക്നെസ് ആണ് ചോദിച്ചിട്ടുള്ളത്, തിക്നെസ് കാണാൻ വേണ്ടിയിട്ട് ബീറ്റ ഡി ബൈ ഡി ഇൻറ്റു മ്യൂ മൈനസ് 1 മേലുള്ള ഈ ഇക്വേഷനിൽ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ടി ഈക്വൽ ടു എൻ ലാംഡ ബൈ മ്യൂ മൈനസ് 1 എന്ന് വരും. അവിടെ n ഈക്വൽ ടു 1 ആകുമ്പോൾ ലാംഡ വരും. ലാംഡ എന്ന് പറയുന്നതാണ് ബീറ്റ ഡി ബൈ ഡി ആണ്. വേർ ഡി എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് ദ ഹോൾ അല്ലെങ്കിൽ സ്ലിറ്റ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് ആ ഹോളിന്റെ ഡയമീറ്ററും ആണ്. ബീറ്റ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ആണ്, ഫ്രിഞ്ചിൽ ഉണ്ടാകുന്ന ഫ്രിഞ്ച് ഷിഫ്റ്റ് ആണ് ബീറ്റ എന്ന് പറയുന്നത്. സോ ടി ഈക്വൽ ടു ബീറ്റ ഡി ബൈ capital D into mu minus 1. So which is equal to n equal to which is equal to answer B ആണ് കിട്ടുക 8 into 10 raised to B എന്താണ് 8 into 10 raised to minus 4, right? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം ഒന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു പ്രോബ്ലം ഈ ഒരു രീതിയിലാണ് ഈ 42 പ്രോബ്ലം ചെയ്യുക, 42nd പ്രോബ്ലം ചെയ്യുക. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഈ റിലേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. യങ്സ് ഡബിൾ സെറ്റുമായി ബന്ധപ്പെട്ടുള്ള അധിക പ്രോബ്ലങ്ങളിലും ഈ ഒരു രണ്ട് റിലേഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ മ്യൂ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. 1 എന്ന് പറയുന്നത് എയറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഓക്കെ, എനിവേ ലെറ്റ് ഇറ്റ് ബി. ടി എന്ന് പറയുന്നത് തിക്നെസ് ആണ്. ഓക്കെ, സോ ഒരു ഐഡിയ വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ഇനി ലാസ്റ്റ് പ്രോബ്ലം 43 നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. അതായത് മൈക്കിൾസൺ ഇന്റർഫെറോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വേവ് ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം, എന്താണ് ആൻസർ സി ആണ് എന്നുള്ളത്. ഓക്കെ, സോ ഇത് വെച്ച് തൽക്കാലം ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യണം.